السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحزن إذا شئت سهلا. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. അൽഹംദുലില്ലാ. കഴിഞ്ഞ ദിവസം നമ്മൾ 27-ാമത്തെ ആയത്താണ് ചെയ്തത്. ഇന്ന് 28 ഇൻഷാ അല്ലാ. ആയത്ത് ചെറുതാണ്, പക്ഷെ പൊതുവെ എല്ലാവരിലും ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ദുർവ്യാഖ്യാനം ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ആയത്താണ്. അതുകൊണ്ട് കുറച്ചൊരു വിശദീകരണം അർഹിക്കുന്ന ആയത്ത് കൂടെയാണ് ഇൻഷാ അല്ലാ. തുടങ്ങുന്നതിന് മുമ്പ് ഇത് ഇൻഷാ അല്ലാ ഈ പ്രാവശ്യത്തെ റമളാന്റെ മുമ്പുള്ള ലാസ്റ്റ് തഫ്സീർ ക്ലാസ് ആയിരിക്കും. ഈ ആഴ്ച, അതായത് ഈ ഞായറാഴ്ച 8-ാം തീയതി നമുക്ക് അതേപോലെ റമളാന് മുമ്പുള്ള ലാസ്റ്റ് തഫ്സീർ ടെസ്റ്റ് ഉണ്ടായിരിക്കും ഇൻഷാ അല്ലാ. നെക്സ്റ്റ് വീക്ക്, അതായത് ബുധൻ വ്യാഴം ദിവസങ്ങളിൽ വേറെ ഏതെങ്കിലും, അതായത് തഫ്സീർ അല്ലാത്ത ഏതെങ്കിലും വിഷയങ്ങളെ വെച്ചിട്ട് ക്ലാസ് ആയിരിക്കും. എന്തായാലും തഫ്സീർ ക്ലാസ് ഇല്ലാന്നേ ഉള്ളൂ. ക്ലാസ് വെക്കാൻ പരമാവധി ശ്രമിക്കാം ഇൻഷാ അല്ലാ. പിന്നെ മുഹാസബ ഫോമിന്റെ റിമൈൻഡർ ഒന്നും കൂടെ തരാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ഞാൻ തന്നത് മുഹാസബ ഫോം എങ്ങനെ ചെയ്യണം എന്നുള്ള റെക്കോർഡിങ്ങും അതിന്റെ ഒരു PDF ആണ്. ആ ഫോമിലുള്ള ക്വസ്റ്റ്യൻസിന്റെ ഒരു PDF ആണ്. അപ്പം ആ ക്ലാസ് കേട്ട് നിങ്ങൾ ആ കാര്യങ്ങളുമായിട്ട് ഗോൾസ് ഒക്കെ സെറ്റ് ചെയ്തിട്ട് റെഡി ആയിട്ടിരിക്കുക. 15-ന്, അതായത് ഇപ്പം ഈ ആഴ്ച 8-ാം തീയതി ഞായറാഴ്ച നമ്മൾ തഫ്സീർ ടെസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ അടുത്ത ഞായറാഴ്ച 15-ന് നമ്മൾ മുഹാസബ ഫോം വെച്ചിട്ടുള്ള ടെസ്റ്റ് ഉണ്ടാവും. അതായത് നമ്മൾ ഓരോ ആഴ്ചയിലും ഒരാഴ്ച ഇൽമാണ് ചെക്ക് ചെയ്യുന്നതെങ്കിൽ അടുത്ത ആഴ്ച അമലായിരിക്കും ചെക്ക് ചെയ്യുന്നത്. അങ്ങനെ ഇൽമും അമലും നമ്മൾ ടെസ്റ്റ് ചെയ്ത് അങ്ങനെ പോവും. ഓക്കെ, അപ്പം അമൽ ടെസ്റ്റ് ചെയ്യാൻ സ്വാഭാവികമായിട്ടും നമുക്ക് അമൽ ചെയ്യാനും അതിന് ട്രാക്ക് ചെയ്യാനും ഒക്കെ ഉള്ള സമയം വേണം അല്ലെ. അപ്പം ഒരാഴ്ച സെറ്റ് ചെയ്താലേ അടുത്ത 2 ആഴ്ച അതിന്റെ മേലെ പ്രവർത്തിച്ചിട്ട് നമുക്ക് അത് നമ്മളെ സ്വയം വിലയിരുത്താൻ പറ്റുള്ളൂ. അപ്പൊ ആരും മിസ് ചെയ്യണ്ട. കാരണം നിങ്ങളെ തഫ്സീർ ടെസ്റ്റുകളുടെ മാർക്കുകൾ ഇനി 15-ഉം ഈ 5 കൂട്ടിയിട്ട് 20 മാർക്കിലായിരിക്കും. അപ്പൊ നിങ്ങൾ മുഹാസബ കംപ്ലീറ്റ് ഒഴിവാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 5 മാർക്ക് കംപ്ലീറ്റ്ലി പോവും. മാത്രമല്ല, അത് അത്രയും ആത്മാർത്ഥമായിട്ട് ചെയ്താലേ നമുക്ക് മാർക്ക് ഇടാനും പറ്റുള്ളൂ അല്ലെ. നമുക്ക് വേറെ ആരെയും ഇതിൽ പറ്റിക്കാനില്ല. ഈവൻ ഈ മാർക്കുകൾ എടുത്ത് ആഡ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന സഹോദരിമാർക്ക് പോലും നിങ്ങൾ എന്താ ചെയ്തതെന്ന് അറിയില്ല. അപ്പൊ നമ്മൾ അവിടെ ഇടുന്ന മാർക്ക് എന്ന് പറയുന്നത് നമ്മളും റബ്ബും ഇടയിൽ മാത്രമുള്ളതാണ്. അപ്പൊ അത് നമ്മളുടെ അല്ലെ ഇഖ്ലാസിനെയൊക്കെ ചോദ്യം ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇൻഷാ അല്ലാ എല്ലാവരും അതിനെ പരമാവധി പ്രയോജനപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഇൻഷാ അല്ലാ. പിന്നെ മുഹാസബ റമളാനിലും കണ്ടിന്യൂ ചെയ്യും. ഓരോ 2 ആഴ്ച കഴിയുമ്പോഴും. ഇപ്പം 15-ന് കഴിഞ്ഞ പിന്നെ അത് കഴിഞ്ഞിട്ട് 2 ആഴ്ച കഴിഞ്ഞിട്ട് വരുന്ന സൺഡേ, അതായത് 1 മാർച്ചിന് അടുത്ത മുഹാസബ ഉണ്ടാവും. അപ്പൊ അപ്പോഴേക്ക് നിങ്ങൾ ആ 2 ആഴ്ചയുടെ ഉള്ളിൽ നിങ്ങൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഗോളൊക്കെ സെറ്റ് ചെയ്തിട്ട് നിങ്ങൾ ട്രൈ ചെയ്യുക. പ്രത്യേകിച്ച് റമളാൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ കുറേ കാലമായിട്ട് ചെയ്യാൻ പ്രയാസമായിട്ട് വിചാരിച്ച കാര്യങ്ങൾ ചെയ്യാൻ എളുപ്പം തരുന്ന, ഇബ്ലീസിന്റെ ശല്യം ഇല്ലാത്ത ഒരു മാസമാണ്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ എടുത്ത് അത് റെഗുലർ ആക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ആ സമയത്ത്. പിന്നെ 1-2 അപ്ഡേറ്റ്സ് ഉള്ളത്, ഇതിനിടക്ക് വേറെ 2 കുഞ്ഞു സെഷൻസ് ഉണ്ടാവും. ഒന്ന് നമ്മുടെ I4Cയുടെ റംലാൻ സ്പെഷ്യൽ, നമ്മൾ റംലാനിന് വേണ്ടിയിട്ട് കുട്ടികൾക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് കുറച്ച് അവരെ എൻജോയ് ചെയ്യാനും അതേസമയം റംലാനിലെ അവരുടെ അമലുകളിലേക്കൊക്കെ ഒരു ചെറിയൊരു മോട്ടിവേഷൻ കൊടുക്കാനൊക്കെ പറ്റുന്ന രീതിയിലുള്ള ചില കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പം അതിനു വേണ്ടിയിട്ട് നമ്മൾ ഒരു ലൈവ് സെഷൻ വെക്കും. I4C ആയതുകൊണ്ട് തന്നെ കുട്ടികളും പേരൻസും അതിനകത്ത് കയറുകയാണെങ്കിൽ കാര്യങ്ങളുടെ ഒരു ക്ലാരിറ്റി കിട്ടും. എല്ലാ ഏജിലുള്ള കുട്ടികൾക്കും വേണ്ടിയിട്ടുള്ളതായിരിക്കും ഈ ഒരു സെഷൻ. റംലാനിൽ I4C അവർക്ക് എന്താ ഓഫർ ചെയ്യുന്നതെന്ന് പറയാൻ വേണ്ടിയിട്ട്. അതുപോലെ വേറൊരു സെഷനിൽ ഇതുപോലെ മുതിർന്നവർക്ക്, I4C നമുക്കറിയാം കുട്ടികൾക്കാണ്. കുട്ടികൾക്ക് എന്ന് വെച്ചാൽ എല്ലാ ഏജിലുള്ള കിഡ്സ്, ടീൻസ് ആൻഡ് യൂത്ത്, അതാണ് I4C. പിന്നെ അതല്ലാതെ മുതിർന്നവർക്ക് റംലാനിന് മൊത്തത്തിൽ, അതായത് നമ്മുടെ ക്ലാസ്സുകൾ അല്ലാതെ I4C ഓഫർ ചെയ്യുന്ന ചില കാര്യങ്ങൾ, I4C അല്ല ഇൻഫോ സക്സസ് ഓഫർ ചെയ്യുന്ന ചില കാര്യങ്ങൾ പറയാൻ വേറെയും ഒരു കുഞ്ഞു സെഷൻ വെക്കും. അപ്പൊ ഇതൊക്കെ അടുത്ത ആഴ്ചയിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ജസ്റ്റ് ഒരു ഹെഡ്സപ്പ് തന്നേ ഉള്ളൂ കേട്ടോ ഇൻഷാ അല്ലാ. അപ്പം നമുക്ക് ഈ ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോവാം. 28 ആയത്ത്. ഓക്കെ, ആയ നമ്പർ 28ന്റെ റെസിറ്റേഷൻ ഒന്ന് കേൾക്കാം.
ട്രാൻസ്ലേഷൻ: സത്യവിശ്വാസികൾ സത്യവിശ്വാസികളെ അല്ലാതെ അവിശ്വാസികളെ മിത്രങ്ങളാക്കി വെക്കരുത്. ആരെങ്കിലും അത് ചെയ്യുന്ന പക്ഷം അവൻ അള്ളാഹുവിനെ സംബന്ധിച്ച് ഒന്നിലും തന്നെ ഇല്ല. അവന് അള്ളാഹുവുമായി യാതൊരു പൊരുത്തപ്പാടും ബന്ധവുമില്ല. അവരെക്കുറിച്ച് നിങ്ങൾ ഒരുതരം സൂക്ഷ്മത പാലിക്കൽ എന്നുള്ളതല്ലാതെ. അതിന് വിരോധമില്ല. അള്ളാഹു അവനെക്കുറിച്ച് തന്നെ ജാഗരൂകരായിരിക്കണമെന്ന് നിങ്ങളെ താക്കീത് ചെയ്യുന്നു. അള്ളാഹുവിലേക്കത്രേ നിങ്ങളുടെ തിരിച്ചുവരവ്. വാക്കർത്ഥം നോക്കാം. ലാ യത്തഖിദ് ആക്കി വെക്കരുത് അൽ മുഅ്മിനൂന സത്യവിശ്വാസികൾ അൽ കാഫിരീന അവിശ്വാസികളെ ഔലിയാ മിത്രങ്ങൾ കാര്യകർത്താക്കൾ വാവ് ലാം യ മിൻ ദൂനി കൂടാതെ അല്ലാതെ അൽ മുഅ്മിനീന സത്യവിശ്വാസികളെ വമൻ യഫ്അൽ ആരെങ്കിലും അല്ലെങ്കിൽ വല്ലവരും ചെയ്താൽ ദാലിക അത് അങ്ങനെ ഫലൈസ എന്നാൽ അവനല്ല മിൻ അല്ലാഹി അള്ളാഹുവിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ അള്ളാഹുവിനോട് ഫീ ഷൈഇൻ ഒരു കാര്യത്തിലും ഒന്നിലും ഇല്ല അൻ തത്തഖൂ നിങ്ങൾ സൂക്ഷ്മത പാലിക്കൽ അല്ലാതെ മിൻഹും അവരെ കുറിച്ച് തുഖാത്തൻ ഒരു സൂക്ഷ്മത കാവൽ. തുഖാത്തൻ തഖ്വയുടെ സെയിം റൂട്ടിൽ നിന്നാണ്. ഇവിടെ മുമ്പ് നമ്മൾ തത്തഖു കണ്ടതും സെയിം റൂട്ടാണ്. ഇല്ല അൻ തത്തഖു. തുഖാത്തൻ സെയിം റൂട്ട് തന്നെയാണ്. വാഖഫ് യ വയുഹദ്ദിറുക്കും നിങ്ങളെ താക്കീത് ചെയ്യുന്നു, ജാഗരൂകരാക്കുന്നു. ഹ ദാൽ റ അള്ളാഹു നഫ്സഹ് അവൻ തന്നെ കുറിച്ച് തന്നെ നഫ്സഹു വ ഇലല്ലാഹി അള്ളാഹുവിലേക്കാണ് അൽ മസീർ ചെത്തൽ അല്ലെങ്കിൽ പര്യവസാനം. സ്വാദ് യ റ. തഫ്സീർ നോക്കാം. ലാ യത്തഖിദിൽ മുഅ്മിനൂനൽ കാഫിരീന ഔലിയാഅ മിൻ ദൂനിൽ മുഅ്മിനീൻ സത്യവിശ്വാസികളെ അല്ലാതെ അവിശ്വാസികളെ കാഫിരീങ്ങളെ മിത്രങ്ങളാക്കി വെക്കരുത്, ഔലിയാക്കളാക്കിയിട്ട് വെക്കരുത്. ലാ യത്തഖിദിൽ മുഅ്മിനൂൻ അത് സത്യവിശ്വാസികൾക്കുള്ള ഒരു കൽപ്പനയാണ് അല്ലെ. നിങ്ങൾ എടുക്കരുത്, ആക്കരുത്. എന്തിനെ? അൽ കാഫിരീൻ അവിശ്വാസികളെ എന്താക്കരുത്? ഔലിയ. എന്താണ് ഔലിയ? വളരെ ക്ലോസ് ആയിട്ടുള്ള അല്ലെ, ഇന്റിമേറ്റ് ആയിട്ടുള്ള ഫ്രണ്ട് പ്ലസ് പ്രൊട്ടക്ട് ചെയ്യുന്ന ഫ്രണ്ട്. ഓക്കെ, ക്ലോസ് ഇന്റിമേറ്റ് ആൻഡ് പ്രൊട്ടക്ടിങ് ഫ്രണ്ട്. നമ്മള് വളരെ ക്ലോസ് ആയിട്ടുള്ള, നമ്മളെ സംരക്ഷിക്കുന്ന, നമ്മളുടെ ഏത് ആവശ്യത്തിലും നമ്മളെ കൂടെ നിൽക്കുന്ന അല്ലെ, അങ്ങോട്ടും ഇങ്ങോട്ടും. അതാണ് ഈ ഔലിയ എന്ന് പറയുന്നത്. പരസ്പരം അങ്ങേയറ്റം പ്രൊട്ടക്ട് ചെയ്യുന്ന ഫ്രണ്ട്സ്. മിൻ ദൂനിൽ മുഅ്മിനീൻ വിശ്വാസികളല്ലാതെ കാഫിരീങ്ങളെ ഇപ്രകാരം ഔലിയാക്കളാക്കി വെക്കരുത്. ഓക്കെ, അപ്പം ഇവിടെ ഇതൊരു കൽപ്പനയാണ് അല്ലെ. നിങ്ങൾ ചെയ്യരുത്, മസ്റ്റ് നോട്ട് എന്നാണ് പറയുന്നത്. നിങ്ങൾ അവിശ്വാസികളെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട് ആക്കി വെക്കരുത്. പകരം ആ ലെവലിലുള്ള ഫ്രണ്ട്ഷിപ്പ് വിശ്വാസികളായിട്ടായിരിക്കണം. ഔലിയ എന്ന് പറയുന്നത് വലിന്റെ പ്ലൂറലാണ്. വലി വാവ് ലാം യ ബിലായ അല്ലെ. വലി എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ വളരെ ക്ലോസ് ആയിട്ടുള്ള, ഇന്റിമേറ്റ് ആയിട്ടുള്ള, സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ബന്ധം. അപ്പം ഈ ഒരു ബന്ധത്തിന് ഇങ്ങനെയുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുമ്പം അതിന്റെ ആന്തരികമായ അർത്ഥം രണ്ട് രീതിയിലാണ്. ഒന്ന്, നമുക്ക് എന്തെങ്കിലും അല്ലാതെ അല്ലെ, നമ്മൾ മുട്ടിപ്പോകുന്ന അല്ലെ പ്രയാസത്തിലാകുന്ന ഒരു പ്രശ്നമുണ്ട്. അപ്പൊ നമുക്കൊരു സഹായം വേണം, ഒരു സപ്പോർട്ട് വേണം. നമ്മൾ അങ്ങനത്തെ പ്രശ്നം വരുമ്പോൾ സഹായത്തിന് വേണ്ടി നമ്മൾ ആരുടെ അടുത്തേക്ക് വലിയകളായിട്ടല്ല, വളരെ ക്ലോസ് ആയിട്ടുള്ള അല്ലെ. ഇപ്പം ജസ്റ്റ് ഇമാജിൻ ചെയ്യാം, ഭാര്യയും ഭർത്താവും അല്ലെ, ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ബന്ധമാണ്. അപ്പം ഒരു വല്ലാത്ത പ്രശ്നം വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അല്ലെ, ചിലപ്പോൾ ഒരു പക്ഷെ പുറത്തുള്ള ഒരാളടുത്ത് പറയാൻ പോലും പറ്റാത്ത ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ, വേറെ ഒരാളടുത്ത് സഹായം തേടാൻ പോലും പറ്റാത്ത പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം പറയാ അങ്ങേയറ്റം ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരടുത്താണ് അല്ലെ. ഭാര്യ ഭർത്താവിനോട്, ഭർത്താവ് ഭാര്യയോടും. അപ്പം അതുപോലെ കുറേ ഫ്രണ്ട്സ് ഉണ്ടാവുമ്പോൾ ഏറ്റവും നമ്മൾ ഇതുപോലെ ഒരു പ്രശ്നം വന്ന് നമ്മൾ സ്റ്റക്കായി നിൽക്കുന്ന ഒരു മൊമെന്റിൽ നമ്മൾ ആരുടെ പറയാ? നമ്മളെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള അല്ലെ, നമ്മളെ ഏത് കാര്യങ്ങൾക്കും നമ്മളെ കൂടെ നിൽക്കുന്ന ഫ്രണ്ടിന്റെ അടുത്താണ്, വലിയന്റെ അടുത്താണ് നമ്മൾ പറയാ. അതേപോലെ തിരിച്ചും നമുക്ക് അതുപോലെ ഒരു വലിയ ഉണ്ടെങ്കിൽ അവര് ഇതുപോലെ എന്തിലെങ്കിലും സ്റ്റക്ക് ആവുമ്പം അവര് നമ്മളുടെ അടുത്താണ് വന്ന് പറയല്ലേ, നമ്മളെ അടുത്താണ് ആ സഹായത്തിന് ചോദിക്കുക, നമ്മളാണ് അവരെ സഹായിക്കുക. സുബ്ഹാനല്ലാഹ്. അപ്പം വലി എന്ന് പറയുന്നത് മുവാലാത്ത് എന്ന് പറയുന്ന ആ ഒരു ബന്ധം, വലിയുമായിട്ടുള്ള ബന്ധത്തിന് മുവാലാത്ത് എന്നാണ് പറയാം. മുവാലാത്ത് എന്ന് പറയുന്നത് വിലായയിൽ നിന്ന് ഉണ്ടായതാണ്. അതായത്
അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ ക്ലോസ് ആണ്. എന്ത് വില കൊടുത്തും പരസ്പരം സപ്പോർട്ട് ചെയ്യുന്ന, ഓക്കെ, ആ സപ്പോർട്ട് ചെയ്യുന്നതിന്റെ പേരിൽ എന്തൊക്കെ ത്യജിക്കേണ്ടി വന്നു കഴിഞ്ഞാലും അല്ലെ, അപ്പൊ വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു ഫ്രണ്ടാണ്, ഒരു 2 ലക്ഷം രൂപ കടം കൊടുക്കണം. അപ്പം അതിപ്പം എന്റെ വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു ഫ്രണ്ടിന് 2 ലക്ഷം രൂപ കടം കൊടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് എന്ത് ചെയ്തിട്ടും കട്ടിട്ടും പലിശക്ക് എടുത്തിട്ടും ഞാൻ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് അങ്ങേയറ്റം ക്ലോസ്നെസ് ആണ്. ഓക്കെ, അപ്പൊ ആ രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന ഫ്രണ്ട്സ്. ഓക്കെ, കാരണം ആ ഫ്രണ്ടാണ് നമ്മളുടെ ഏറ്റവും വലിയ പ്രയോറിറ്റി അല്ലെ. അപ്പൊ ആ ഫ്രണ്ടിന് വേണ്ടിയിട്ട് എന്ത് തന്നെ കോംപ്രമൈസ് ചെയ്യേണ്ടി വന്നാലും, സ്വന്തം ദീൻ കോംപ്രമൈസ് ചെയ്യേണ്ടി വന്നാലും, മറ്റു സുഹൃത്തുക്കളെ, കുടുംബത്തിന്, പണത്തിന് എന്ത് കോംപ്രമൈസ് ചെയ്യേണ്ടി വന്നാലും, എന്ത് ത്യാഗം ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാലും ചെയ്യും. കാരണം അത്രയും ക്ലോസ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പാണ്. ഈ തരത്തിലുള്ള ഒരു റിലേഷൻഷിപ്പിനാണ് മുവാലാത്ത് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ അള്ളാഹു സുബ്ഹാനഹു തആല പറയാണ്, വിശ്വാസികള് ഇത്തരത്തിലുള്ള ഒരു സൗഹൃദം അവിശ്വാസികളുമായിട്ട് വളരെ ക്ലോസ് പ്രൊട്ടക്റ്റിംഗ് ഫ്രണ്ട്ഷിപ്പ് എടുക്കരുത്. അത് ആരുമായിട്ടാ പറ്റുള്ളൂ? വിശ്വാസികളുമായിട്ടേ പറ്റുള്ളൂ. ഇവിടെ ലാ യത്തഖിദ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. യത്തഖിദ് എന്ന് പറയുമ്പോൾ അത് തേർഡ് പേഴ്സൺ ആണ് അല്ലെ. അതായത് ഫസ്റ്റ് പേഴ്സൺ, ഗ്രാമറിൽ ഫസ്റ്റ് പേഴ്സൺ എന്ന് പറയുന്നത് ഞാൻ ചെയ്യുന്നു, സെക്കൻഡ് പേഴ്സൺ എന്ന് പറയുന്നത് നീ ചെയ്യാം, തേർഡ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ അവൻ അല്ലെങ്കിൽ അവർ ചെയ്യാം. ഓക്കെ, ഇവിടെ യത്തഖിദ് യാ ആദ്യം വന്നതുകൊണ്ട് ഇത് തേർഡ് പേഴ്സൺ ആണ്. അതായത് നീ ചെയ്യരുത് എന്നല്ല പറഞ്ഞത്, ലാ തെത്തഖിദ് എന്നല്ല പറഞ്ഞത്, ലാ യത്തഖിദ് എന്നാ പറഞ്ഞത്. ഈ തേർഡ് പേഴ്സണിൽ ഒരു കൽപ്പന വന്നു കഴിഞ്ഞാൽ അത് കൽപ്പനയുടെ സീരിയസിറ്റി ആണ് കാണിക്കുന്നത്. അത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സൂറ അബസയില് അബസ വതവല്ല അല്ലെ, അവിടെ അദ്ദേഹം നെറ്റിച്ചുളിച്ചു, അദ്ദേഹം മുഖം തിരിച്ചു എന്നാ പറഞ്ഞത്. തേർഡ് പേഴ്സൺ ആണ്. നീ അല്ലെ, അബസ്ത വതവല്ലൈത എന്നല്ല പറഞ്ഞത്, നീ ചുളിച്ചു, നീ മുഖം തിരിച്ചു എന്നല്ല പറഞ്ഞത്. അപ്പം അത് അവിടെ ഒരു സീരിയോസിറ്റിയാണ് അവിടെ കാണിക്കുന്നത്. തേർഡ് പേഴ്സണിൽ ഒരു കൽപ്പന അല്ലെങ്കിൽ ഒരു കാര്യം അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുമ്പോൾ. അപ്പം അതേപോലെ ഇവിടെ ലാ തത്തഖിദ് എന്ന് പറയുന്നതിനേക്കാളും സീരിയസ് ആണ് ലാ യത്തഖിദ് എന്ന് പറയുമ്പോൾ. അപ്പൊ ഒരു വിശ്വാസി ഒരിക്കലും ഒരു കാഫിറിനെ ഔലിയ ആയിട്ട് അല്ലെ വലിയാക്കിയിട്ട്, അതൊരു വിശ്വാസിയെ അല്ലാതെ ഒരു കാഫിറിനെ വലിയാക്കിയിട്ട് എടുക്കരുത്. വമൻ യഫ്അൽ ദാലിക, ആരപ്രകാരം ചെയ്യുന്നു, എന്ത് ചെയ്യുന്നു, ഇതൊരു അവിശ്വാസിയെ അലിയാക്കിയിട്ട് അല്ലെങ്കിൽ വലിയാക്കിയിട്ട് എടുക്കുന്നുവോ, ഫലൈസ മിനല്ലാഹി ഷൈഅൻ, പിന്നെ അവന് എന്താണ്, അള്ളാഹുവിൽ നിന്ന് ഒന്നും ഇല്ല. ഓക്കെ, അള്ളാഹുവിനെ സംബന്ധിച്ച് അവന് ഒന്നും ഇല്ല. എന്താണ് ഈ ഫലൈസ മിനല്ലാഹി ഷൈഅൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഈ മിനല്ലാഹി എന്നുള്ളതിനെ രണ്ട് രീതിയിൽ മനസ്സിലാക്കാം. ഒന്ന്, മിൻ ദീനില്ലാഹി, അതായത് അപ്രകാരം അവൻ എടുത്തു കഴിഞ്ഞാൽ, ഓക്കെ, ഒരു വിശ്വാസി ഒരു അവിശ്വാസിനെ വലിയാക്കിയിട്ട് ക്ലോസ് ഫ്രണ്ട് ആക്കിയിട്ട് എടുത്തു കഴിഞ്ഞാല് പിന്നെ അവന് അള്ളാഹുവിന്റെ ദീനിൽ നിന്ന് പിന്നെ യാതൊരു ഷെയറുമില്ല. അതായത് പിന്നീട് അവൻ അള്ളാഹുവിന്റെ ദീനിൽ അല്ല, അവന്റെ ഈമാൻ, വിശ്വാസം പിന്നെ നഷ്ടപ്പെട്ടു കഴിഞ്ഞു. രണ്ടാമത് മിനല്ലാഹി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് മിൻ വലായത്തില്ലാഹി, അള്ളാഹുവിന്റെ വലായത്തിൽ നിന്ന്, അത് അള്ളാഹുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് പിന്നെ അവനില്ല. ഓക്കെ, അള്ളാഹുവിന്റെ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുമ്പോൾ അള്ളാഹിന്റെ സപ്പോർട്ടാണ് അല്ലെ, അള്ളാഹിന്റെ സഹായമാണ്, അതവന് ഇല്ല. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു പ്രയാസം വരുമ്പോ അല്ലെ, നമ്മൾ സ്വാഭാവികമായിട്ടും ആരുടെ അടുത്തേക്കാ നമ്മളെ സഹായത്തിന് വേണ്ടിയിട്ട് ചെല്ലുക? ശത്രുവിന്റെ അടുത്തോ മിത്രത്തിന്റെ അടുത്തേ ചെല്ലുള്ളൂ അല്ലെ. അപ്പം നമ്മള് മിത്രം എന്ന് പറയുന്നത്, ഒരു ആത്മമിത്രം എന്ന് പറയുന്നത് ഒരു കാഫിർ ആണെങ്കിൽ, നമുക്കൊരു പ്രശ്നം വരുമ്പോൾ നമ്മളൊരു കാഫിറിന്റെ അടുത്താണ് പോണെന്ന് പറഞ്ഞാല് അതിന്റെ അർത്ഥം എന്താണ്? നമ്മുടെ പ്രിൻസിപ്പിൾസ് എല്ലാം അല്ലെ, നമ്മുടെ ജീവിതത്തിന് ചില അടിത്തറകളും വിശ്വാസങ്ങളും അതൊക്കെ നഷ്ടപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ അതുപോലെ ഒരു ഫ്രണ്ടിന്റെ അടുത്ത് പോണത്. അപ്പം സ്വാഭാവികമായിട്ടും ഇപ്പം ഒരു ഉദാഹരണം പറയാം, ഒരു വാപ്പയും ഉമ്മയും മോളെടുത്ത് പറയാണ്, ആ ചെക്കനുണ്ടല്ലോ അവനുമായിട്ടുള്ള നിന്റെ കല്യാണത്തിന് ഞാൻ സമ്മതിക്കൂല, അത് തീരെ ശരിയാവില്ല. അപ്പൊ മോള് പറയില്ല, നിങ്ങൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും എനിക്ക് അവനെ ഇഷ്ടമാണ്, ഞാൻ അവനെ കല്യാണം കഴിക്കുള്ളൂ. അപ്പം ഉമ്മയും വാപ്പയും പറയും, നിന്ന് നീ കല്യാണം കഴിച്ചോ, ഞങ്ങൾ നിന്നെ മറന്നട്ടോ, പിന്നെ നീ ഞങ്ങളുടെ ജീവിതത്തിൽ ഇല്ല അല്ലെ. അപ്പം അതുപോലെ അള്ളാഹ് പറയാണ്, നിങ്ങൾ ഇവരുമായിട്ട് ഫ്രണ്ട്സ് ആവരുത്, നിങ്ങൾ ഇവരുമായിട്ട് വലിയാക്കി ഇവരെ എടുക്കരുത്. പക്ഷെ നമ്മൾ ഓക്കെ എനിക്ക് ഇവരെ വലിയുള്ളൂ എന്ന് പറയുമ്പോൾ അള്ളാഹ് പറയാം, ഞാൻ നിന്നെ കൈ ഒഴിഞ്ഞട്ടോ, ഫലൈസ മിനല്ലാഹി ഷൈഅൻ, പിന്നെ ഇനി നീ എന്റെ അടുത്ത് സഹായം ചോദിച്ചിട്ട് വരണ്ട. ഓക്കെ, നിനക്ക് എന്തെങ്കിലും സഹായം, ഞാനുമായിട്ട് എന്തെങ്കിലും ബന്ധം ഉണ്ടെങ്കിൽ, എന്റെ ദീനുമായിട്ട് എന്തെങ്കിലും ബന്ധം ഉണ്ടെങ്കിൽ അത് ഇവിടെ കഴിഞ്ഞട്ടോ. സുബ്ഹാനല്ലാഹ്. അപ്പം അത് വളരെ ശക്തമായിട്ടുള്ള ഒരു താക്കീതാണ്, വളരെ ചെറിയ നിസ്സാരമായിട്ടുള്ള
കാര്യമൊന്നുമല്ല. സുബ്ഹാനല്ലാഹ്. കാരണം നമ്മൾ ആരെങ്കിലുമായിട്ട് ഒരു സഹായം എടുക്കുമ്പോൾ അല്ലെ, സ്വാഭാവികമായിട്ടും എന്താ ചെയ്യുക, നമുക്കൊരാള് ഇപ്പൊ ഒരു സാധാരണ രീതിയിലുള്ള ഒരു സഹായം ചെയ്താൽ തന്നെ നമുക്ക് ആ ഒരു ഇൻഡെപ്റ്റഡ് ഫീലിംഗ് അല്ലെ, നമ്മൾ അവരോട് കടപ്പെട്ടിരിക്കുന്നു എന്നുള്ള ആ ഒരു ഫീലിംഗ് ഉണ്ടാവും അല്ലെ. പിന്നെ അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ വല്ലാത്തൊരു ത്വരയുണ്ടാവും. അപ്പൊ നമ്മൾ വളരെ ഡെസ്പറേറ്റ് ആയിരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ ആരെങ്കിലും നമ്മളെ സഹായിച്ചു കഴിഞ്ഞാൽ അല്ലെ, അവരെ അത്രയും നമുക്ക് ഒരു കടപ്പാടുണ്ടാവും. അപ്പൊ അവര് പറയുന്നത് എന്തും ചെയ്യാൻ ചിലപ്പം നമ്മൾ തയ്യാറായിരിക്കും. അത് വളരെ അപകടകരമായ ഒരു അവസ്ഥയാണ് അള്ളാഹ് പറയുന്നത്. ഫലൈസ മിനല്ലാഹി ഷൈഅൻ. സുബ്ഹാനല്ലാഹ്. ഓക്കെ, ഇല്ല, ഒഴികെ ഒരു എക്സെപ്ഷൻ ഉണ്ട്. എന്താണ് എക്സെപ്ഷൻ? അതായത് ഈ എന്തിനു വേണ്ടിയിട്ടുള്ള എക്സെപ്ഷൻ ആണ്? അതായത് അവിശ്വാസികള് അതായത് കാഫിര്യങ്ങളെ വലിയാക്കി എടുക്കുന്ന കാര്യത്തിൽ ഒരു എക്സെപ്ഷൻ അള്ളാഹ് പറയുന്നുണ്ട്. അൻ തത്തഖൂ മിൻഹും, നിങ്ങളെ തന്നെ സേഫ് ഗാർഡ് സൂക്ഷിക്കുകയാണെങ്കിൽ. തത്തഖൂ തഖ്വയിൽ നിന്നുള്ളതാണ് അല്ലെ. തഖ്വ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൊട്ടക്ഷൻ എടുക്കുക അല്ലെ. നമ്മള് ഒരു പടച്ചട്ട അണിയലാണ് ശരിക്കും തഖ്വ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ അവർക്കെതിരെ, അതായത് ഈ കാഫിര്യങ്ങൾക്കെതിരെ അല്ലെങ്കിൽ അവരിൽ നിന്ന് നിങ്ങൾക്ക് ബാധിച്ചേക്കാവുന്ന തിന്മകൾക്കെതിരെ നിങ്ങളെ തന്നെ പ്രൊട്ടക്ട് ചെയ്യുകയാണെങ്കിൽ, ഓക്കെ, അൻ തത്തഖൂ മിൻഹും തുഖാതൻ, ഒരു സംരക്ഷണം, ഒരു സൂക്ഷ്മത. അപ്പോ നിങ്ങൾ ഒരു സൂക്ഷ്മത സൂക്ഷിക്കുക എന്നാണ് പറയുന്നത്. നിങ്ങളുടെ കാര്യത്തിൽ ഒരു തരം സൂക്ഷ്മത നിങ്ങൾ പാലിക്കുകയില്ല ആണെങ്കിൽ അല്ലാതെ. തുഖാത്തന് അതേപോലെ വാവ് ഖാഫിയ സെയിം റൂട്ടിൽ നിന്ന് തന്നെയാണ്. തുഖാത്ത് എന്ന് പറയുന്നത് മസ്ദർ ഫോം ആണ്. മസ്ദർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അറബിയിൽ ഒരു വാക്ക് ഡിറൈവ് ചെയ്ത് വരുന്ന മെയിൻ വാക്കിനാണ് മസ്ദർ എന്ന് പറയുന്നത്. നമുക്ക് റൂട്ട് ലെറ്റർ എന്നൊക്കെ പറയാം. അപ്പൊ ആ റൂട്ട് ലെറ്റേഴ്സ് ഒക്കെ ഒരു മെയിൻ വാക്കിൽ നിന്നാണ് വരിക. അപ്പൊ ഇവിടെ വാഖാഫിയ എന്ന് വരുന്ന ഒരു മസ്ദറാണ് തുഖാത്തൻ. തുഖാത്ത് വേറൊരു മസ്ദറാണ് തഖ്വ, നമ്മൾ ഇത്രയും നാൾ കണ്ടത്. ഓക്കെ, അപ്പൊ അൻ തത്തഖൂ മിൻഹും തുഖാത്തൻ, നിങ്ങൾ അവരിൽ നിന്നുള്ള തിന്മയ്ക്കെതിരെ നിങ്ങളെ സ്വയം പ്രതിരോധിച്ചാലല്ലാതെ നിങ്ങൾക്ക് എന്താക്കാൻ പറ്റില്ല? അവരുടെ വിലായത്ത് എടുക്കാൻ പറ്റില്ല. അത് എന്ത് കാര്യത്തിലാണ് നമ്മൾ അങ്ങനെ എടുക്കേണ്ടി വരാം? ഉദാഹരണത്തിന് ഒരു മുസ്ലിം ഒരു അമുസ്ലിമിന്റെ അടുത്ത് അങ്ങേയറ്റം, അതായത് സഹായം ചോദിക്കാൻ വേണ്ടിയിട്ട് നിർബന്ധിതമാകുന്ന ഒരു സാഹചര്യം വരാം. അവന്റെ ജീവിതം അപകടത്തിലാവണം, ഡേഞ്ചറിലാവുന്ന ഒരു സിറ്റുവേഷനിൽ, വേറെ ആരുടെ ചോദിക്കാനില്ലാത്ത ഒരു സിറ്റുവേഷനിൽ, അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷനിൽ ഈ വിലായത്ത് വലിയാക്കുകയാണെങ്കിൽ പോലും അവിടെയും അവൻ അതായത് ആ വിശ്വാസിയിൽ നിന്ന്, ആ കാഫിറിൽ നിന്ന് വരുന്ന ഷെറിനെതിരെ സ്വയം സംരക്ഷിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രമേ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ പോലും പോകാൻ പാടുള്ളൂ. ഓക്കെ, ഇപ്പം ഉദാഹരണത്തിന് മക്കയിൽ ജീവിച്ചിരുന്ന മുസ്ലിങ്ങൾ അല്ലെ, അവിടെ ഇപ്പം അവിടുത്തെ മുശ്രിക്കുകൾ ഒരു യുദ്ധം പ്രഖ്യാപിച്ചാന്ന് വിചാരിക്കാം. ഓക്കെ, എന്നിട്ട് പറയണ ഞങ്ങളുമായിട്ട് സുഹൃത്തുക്കളായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങള് എന്താണ് അതായത് കൊല്ലും എന്നുള്ള ആ ഒരു അവസ്ഥ, നമ്മൾ തമ്മിൽ യുദ്ധത്തിലാണ്. അപ്പം അവരുമായിട്ട് ആ ഒരു സൗഹൃദം കീപ്പ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ മരണമാണ് അല്ലെ. അപ്പൊ മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് എന്താക്കാം? സൗഹൃദം കീപ്പ് ചെയ്യാം. എന്നാൽ പോലും അവിടെ അവരിൽ നിന്നുള്ള ഷെറുകൾ അല്ലെ, അതായത് അവര് കാരണം വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്ന രീതിയിലുള്ള ഷെറുകൾ, ദീനിനെ കോംപ്രമൈസ് ചെയ്യുന്ന രീതിയിലുള്ള ഷെറുകൾ ഉണ്ടെങ്കിൽ അതിനെ സ്വയം സംരക്ഷിക്കണം. വേറൊരു ഉദാഹരണം പറയാം. ഒരു ഒരു അമുസ്ലിം നാട്ടില് ജീവിക്കുകയാണ്. ഓക്കെ, ഇപ്പം നമ്മളൊക്കെ മുസ്ലിം നാട്ടിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ ഈ നാട്ടിൽ ജീവിക്കാൻ ചില നിയമങ്ങളൊക്കെ നമ്മൾ അനുസരിക്കണം അല്ലെ. നമ്മൾ പല രീതിയിലുള്ള ആ ഒരു പ്രതിജ്ഞാബദ്ധരായിട്ടാണ് നമ്മൾ ഇവിടെ ജീവിക്കുന്നത്. ഇവിടുത്തെ നിയമങ്ങൾ നമ്മൾ അനുസരിക്കും, ഗവൺമെന്റ് ചെയ്യാൻ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യും അല്ലെ. അപ്പം ഇതെന്താണ്? ഒരു തരത്തിലുള്ള അലീജിയൻസ് അല്ലെങ്കിൽ ആ ഒരു ബന്ധമാണ്, ഒരു സൗഹൃദം നമ്മൾ സ്ഥാപിക്കുകയാണ്. എന്തിന്? നമ്മളെ ജീവിതം ജീവൻ, അല്ലെങ്കിൽ ഇവിടുത്തെ നിയമം അനുസരിച്ചില്ലെങ്കിൽ ഈ നാട്ടിൽ നിൽക്കാൻ പറ്റുമോ? ഇല്ല അല്ലെ, കൊലപാതകമാണ്. പക്ഷെ അവിടെ പോലും അള്ളാഹു സുബ്ഹാനഹു തആലയുടെ നിയമത്തിന് എതിരെ പോകുന്ന കാര്യങ്ങൾ അവര് പറയുമ്പോൾ നമ്മൾ അനുസരിക്കേണ്ടതില്ല. അപ്പം അവിടെയാണ് നമ്മൾ ഇവിടെ എന്താക്കുന്നത്? ഈ പറഞ്ഞ പോലെയുള്ള ഒരു തഖ്വ നമ്മൾ എടുക്കുന്നത്. ഓക്കെ, ദീനിനെതിരെ പോകുന്ന ഒരു കാര്യത്തിലേക്ക് അതായത് ഇവിടെ നമ്മൾ അവരുടെ സംരക്ഷണം അല്ലെങ്കിൽ അവരുടെ വിലായത്തിനെ ഒരു തരത്തിൽ ഇൻഡയറക്ട്ലി നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ പോലും അവിടെയും നമ്മൾ ഒരു തരത്തിലുള്ള തഖ്വ അല്ലെങ്കിൽ തുഖാത്ത് നമ്മൾ എടുക്കുന്നുണ്ട്. എന്ത്? അള്ളാഹിന്റെ നിയമത്തിന് എതിരെ പോകുന്ന അല്ലെ. അപ്പം ഈ
ഹിജാബ് നിരോധനം പോലെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പം അവിടെ നമ്മൾ അള്ളാഹിന്റെ നിയമത്തിനെതിരെ പോകുന്നത് കൊണ്ടാണ് നമ്മൾ അതിനെതിരെ ശക്തമായിട്ട് പ്രതിരോധിക്കുകയും നമ്മൾ നമ്മളെ തന്നെ അതിന് സംരക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നത്. ഓക്കെ, വളരെ സറ്റിലായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ ശരിക്കും കെയർഫുൾ ആയിട്ട് മനസ്സിലാവും. ഒരൊറ്റ കാര്യം ചിന്തിച്ചാൽ മതി, അള്ളാഹിന്റെ നിയമങ്ങളെ അനുസരണക്കേട് കാണിച്ചുകൊണ്ടുള്ള ഒരു വിലായത്ത് ഏത് ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ പോലും എടുക്കരുത് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ വിലായത്ത് തീരെ പാടില്ല, വലിയാക്കാൻ തീരെ പാടില്ല. പക്ഷേ ഇങ്ങനെ നിങ്ങൾക്ക് നിങ്ങളെ സംരക്ഷിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ വലിയാക്കിക്കോ എന്ന് പറയുമ്പോൾ അത് അത്രയും അപകടകരമായ സിറ്റുവേഷനിലാണ്. എന്നാൽ പോലും അവിടെ പോലും നിങ്ങൾ സ്വയം സംരക്ഷിക്കാതെ ആ വിലായത്ത് എടുക്കരുത്. ഓക്കെ, വയുഹദ്ദിറുകുമുല്ലാഹു നഫ്സ. അള്ളാഹ് എന്താ പറയുന്നത്? അള്ളാഹുവിൽ നിന്ന് തന്നെ നിങ്ങളെ വാൺ ചെയ്യാണ്. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു എന്താക്കണം, നിങ്ങൾ ജാഗരൂകരായിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്ക് ഒരു താക്കീത് നൽകാണ്. യുഹദിർ തഹദീർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും എന്തെങ്കിലും ഒരു കാര്യത്തെ കുറിച്ച് വാൺ ചെയ്യുക, അവരെ ബോധവാന്മാരാക്കുക, ജാഗരൂകരാക്കുക, കെയർഫുൾ ആക്കാൻ വേണ്ടിയിട്ട് കെയർഫുൾ ആക്കുക. ഓക്കെ, അപ്പൊ അള്ളാഹുവിൽ നിന്ന് തന്നെ നിങ്ങളെ വാൺ ചെയ്യണം. എന്താണ് അള്ളാഹുവിൽ നിന്ന് തന്നെ വാൺ ചെയ്യാന്ന് പറഞ്ഞാല് അള്ളാഹുവിന്റെ ശിക്ഷ നിങ്ങളിലേക്ക് വരുന്നതിനെതിരെ വാൺ ചെയ്യാണ്. അപ്പൊ അതിങ്ങനെ ഭയങ്കര കടുപ്പമാറിയ ഒരു കാര്യമാണെന്ന് അള്ളാഹു അല്ലെ. കാരണം ആദ്യം നമ്മൾ പറഞ്ഞു യത്തഹിദ് എന്ന് പറയുമ്പോൾ അതൊരു സീരിയസ്നെസ് കൂട്ടുന്ന ഒരു കാര്യമാണ്. പിന്നെ അള്ളാഹ് പറയുന്നു മയ്യഫ്അൽ ദാലിക ഫലൈസ മിനല്ലാഹി ഫീ ഷൈ, അതും കടുപ്പമാണ്. പിന്നെ അള്ളാഹ് പറയുന്നു വയുഹദ്ദിറുകുമുല്ലാഹു നഫ്സ, ഞാൻ എന്നിൽ നിന്ന് തന്നെ നിങ്ങളെ ഈ ഒരു കാര്യത്തില് വാൺ ചെയ്യാണ് അല്ലെ. അപ്പൊ എന്താക്കരുത്, എന്റെ ശിക്ഷയിൽ നിന്ന് നിങ്ങൾ സ്വയം സംരക്ഷിച്ചോ. ഇലല്ലാഹിൽ മസീർ, അതും വേറൊരു ബേജാറാക്കലാണല്ലേ, നിങ്ങളെ എന്നിലേക്കാണ് മടങ്ങി വരുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പം എത്രമാത്രം കടുപ്പമേറിയ ഒരു കാര്യമാണ് ഈ ഒരു ആയത്തിൽ വന്നിട്ടുള്ളതെന്ന് നമ്മൾ ശ്രദ്ധിക്കാം. ഇനി ഈ ഒരു കൽപ്പന ഓക്കെ, നമ്മൾ ഇതിനെ പ്രോപ്പറായിട്ട് മനസ്സിലാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ വളരെ, കാരണം ഈ ഒരു ആയത്ത് ഈസി ആയിട്ട് ദുർവ്യാഖ്യാനം ചെയ്യാൻ സാധ്യതയുള്ള, ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ടിരിക്കുന്ന, അതിന്റെ പേരിൽ പല പല പ്രചരണങ്ങളും അല്ലെ, പല വാക്കർക്കങ്ങളും പല വിദ്വേഷങ്ങളും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരായത്ത് തന്നെയാണിത്. സുബ്ഹാനല്ലാഹ്. അത് പ്രോപ്പറായിട്ട് മനസ്സിലാക്കുകയും നമ്മളെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യുകയും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് നമുക്ക് തന്നെയും അപകടം ഉണ്ടാക്കുന്ന, സമൂഹത്തിന് അപകടം ഉണ്ടാക്കുന്ന, മറ്റു മുസ്ലിങ്ങൾക്ക് അപകടം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഓക്കെ, അപ്പം എങ്ങനെയാണ് അവിശ്വാസികളുമായിട്ട് നമ്മളുടെ ഡീലിങ്സ്? പൊതുവെ നമുക്ക് എല്ലാവർക്കും സംശയങ്ങൾ സ്വാഭാവികമായിട്ടും ഉണ്ടാവുന്ന ഒരു കാര്യമാണ്. അങ്ങനെ ചെയ്യാവോ, ഇങ്ങനെ ചെയ്യാവോ, ഏതറ്റം വരെയാണ് അവരുമായിട്ട് നമുക്ക് ബന്ധം സ്ഥാപിക്കാൻ പറ്റുക, അവരോട് ചിരിക്കാൻ പറ്റുമോ, അവരുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുമോ, അവരെ വീട്ടിലേക്ക് ക്ഷണിക്കാൻ പറ്റുമോ, അവർ വീട്ടിൽ വന്ന ഭക്ഷണം നമ്മളെ പാത്രത്തിൽ കൊടുക്കാൻ പറ്റുമോ, ഇങ്ങനെ തുടങ്ങി ഒരുപാട് ചോദ്യങ്ങൾ അല്ലെ മുസ്ലിങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ തന്നെ നമ്മളെ ദിവസവും നമ്മൾ സ്വയം ഫേസും ചെയ്യാറുണ്ട്, പലരും ചോദിക്കുന്നതും കേൾക്കാറുണ്ട്. അത്തരത്തിലുള്ള വാക്തർക്കങ്ങളും കാര്യങ്ങളും ഒക്കെ നടക്കുന്നതായിട്ടും നമുക്ക് അറിയാം അല്ലെ. അപ്പം അതിനെക്കുറിച്ച് നമുക്കൊന്ന് മനസ്സിലാക്കാൻ നോക്കാം. എന്തൊക്കെയാണ് പെർമിസിബിൾ, അനുവദനീയമായിട്ടുള്ളത്, എന്തൊക്കെയാണ് അനുവദനീയമായ അല്ലായിട്ടുള്ളത്. അപ്പം ഈ ഒരു ആയത്ത് ഇങ്ങനെ വെറുതെ മുകളിൽ കൂടെ വായിച്ചു പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമുക്ക് മനസ്സിലാക്കാം, മുസ്ലിംസിന് മുസ്ലിം ഫ്രണ്ട്സ് പാടില്ല അല്ലേ. ചിലപ്പം കുട്ടികൾ പലപ്പോഴായിട്ട് വന്ന് ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, അതെന്താ അങ്ങനെ പറയുന്നത് ഖുർആനില്? നമ്മൾ പഠിക്കുന്ന സ്ഥലല്ലേ, അവർ പഠിക്കുന്ന സ്ഥലത്ത് അവർക്ക് നോൺ മുസ്ലിം ഫ്രണ്ട്സ് ഉണ്ടാവും, വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഉണ്ടാവും നോൺ മുസ്ലിം ഫ്രണ്ട്സ്. അപ്പൊ ഓരോന്നും ഫ്രണ്ട് ആക്കാൻ പറ്റൂലേ? അപ്പൊ ഓരെ കാണുമ്പോൾ നമ്മൾ തിരിഞ്ഞിക്കണോ? അപ്പൊ അതെന്താ ഈ ദീൻ അങ്ങനെ പറയുന്നത്? അങ്ങനെയുള്ള ചോദ്യങ്ങൾ ഈ പുതിയ ജനറേഷനിൽ നിന്ന് ഒരുപാട്, കാരണം ഒരുപക്ഷെ പഴയ ജനറേഷനിലുള്ള എല്ലാവരും അങ്ങനെയുള്ള ഒരുപാട് സാഹചര്യങ്ങളിൽ ചെന്ന് പെടാത്തവരായിരിക്കും അല്ലെ. ഇപ്പം ഒരു ഗ്രോൺ അപ്പ് ജനറേഷൻ എന്നൊക്കെ പറയുമ്പോൾ സ്ത്രീകളാണെങ്കിൽ അധികം ഒന്നെങ്കിൽ അവരൊരു വിദ്യാഭ്യാസം ഒരു ഏർലി ലെവലിൽ നിർത്തിയവരായിരിക്കും, അല്ലെങ്കിൽ ജോലിയിൽ പോകാത്തവരായിരിക്കും. പുരുഷന്മാരാണെങ്കിലും ഈ ജോലി എന്നുള്ളതിനേക്കാളും കുറച്ചും കൂടെ ബിസിനസ് ആയിരിക്കും. ബിസിനസ് ആകുമ്പോൾ അവർക്ക് കുറച്ചും കൂടെ എളുപ്പമാണ് അത് അവരുദ്ദേശിക്കുന്ന ആ ഒരു സർക്കിളിൽ നിലനിർത്താൻ, ആ മുസ്ലിം സർക്കിളിലേക്ക് പോകാണ്ട്. പക്ഷെ ജോലിയിലേക്ക് വിദ്യാഭ്യാസത്തിലേക്കൊക്കെ പോകുമ്പോൾ ആ ഫീൽഡിലൊക്കെ കൂടുതലും ആ മുസ്ലിങ്ങളാണ് ഉള്ളതെന്നുള്ളത് കൊണ്ട് തന്നെ അത് ഈ ജനറേഷൻ കുറച്ച് നല്ലപോലെ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. എന്താണ് ഈ കാര്യത്തിൽ ചെയ്യേണ്ടത് എന്ന് അറിയാത്ത ഒരു സംഭവം. അപ്പൊ അത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്
ഭയങ്കര നിർബന്ധമാണ്. ഒരുപക്ഷെ നമ്മൾ ഇത് കൂടുതൽ ഫേസ് ചെയ്യുന്നില്ലെങ്കിൽ പോലും നമ്മളെ മക്കള് ഇതിന്റെ പേരിൽ കുറെ ഇന്റേണൽ സ്ട്രഗിൾ, അവർക്ക് പുറത്തു പറയാൻ പറ്റാത്ത കുറെ സ്ട്രഗിളുകൾ അവർ അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കിത് നല്ല ക്ലാരിറ്റി ഉണ്ടാവുകയും വേണം. അത് നമ്മൾ നല്ല രീതിയിൽ മക്കളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയും വേണം. അതായത് ഈ ഒരു കാര്യത്തിൽ ഒരു നോൺ മുസ്ലിം മുസ്ലിം ആൾക്കാരുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പിന്റെ കാര്യത്തിൽ നമ്മളെ മക്കള് ആ അറ്റത്തേക്കും ഈ അറ്റത്തേക്കും പോവാതെ അതിന്റെ രണ്ടിന്റെയും നടുവിൽ ഏത് രീതിയിൽ എന്തുകൊണ്ടായിരിക്കണം അവർ ഈ ഓരോ കാര്യത്തിനെയും എടുക്കേണ്ട സ്റ്റാൻഡിൽ എടുക്കേണ്ടത് നമുക്ക് മനസ്സിലായാലേ നമുക്ക് അവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പം ലാ യത്തഖിദിൽ മുഅ്മിനൂന അൽ കാഫിരീന ഔലിയ, വിശ്വാസികള് വലിയാക്കിയിട്ട് എടുക്കരുത്. ഇതിപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അപ്പാരന്റ്ലി അത് പ്രത്യക്ഷത്തിൽ ഇത് വായിച്ചു കഴിഞ്ഞാൽ മുസ്ലിങ്ങളെ ഫ്രണ്ട്സ് ആക്കി എടുക്കരുത്. അപ്പം ഇസ്ലാം എന്താണ്? വിദ്വേഷം പ്രചരിപ്പിക്കുന്ന മതമാണ്. നമ്മൾ കേട്ടിട്ടുണ്ട് ഇഷ്ടം പോലെ ഇത്. ഇസ്ലാം അല്ല മുസ്ലിങ്ങളെ കണ്ടെടുത്ത് വെച്ച് കൊല്ലാൻ പറയുന്നുണ്ട്, മുസ്ലിങ്ങളെ ഫ്രണ്ട് ആക്കെന്ന് പറയുന്നുണ്ട്. ഇതൊരു വിദ്വേഷം പ്രചരിപ്പിക്കുന്ന മതമാണ്. സുബ്ഹാനല്ലാഹ്, നമ്മളെ മതത്തിന്റെ അന്തസ്സത്ത് അറിയുന്ന ഒരാൾക്കും അത് പറയാൻ പറ്റൂല, അല്ലെ? സുബ്ഹാനല്ലാഹ്. അപ്പം ഈ ഹ്യൂമൻ ഇന്ററാക്ഷൻസ്, മനുഷ്യന്മാർ തമ്മിലുള്ള ഇന്ററാക്ഷൻ എന്ന് പറയുന്ന, മനുഷ്യന്മാർ തമ്മിലുള്ള ഡീലിംഗ് എന്ന് പറയുന്നത് അത് ഡിഫറെന്റ് ലെവലുകളാണ്. ഓക്കെ, പല ലെവലുകളുണ്ട്. നമുക്ക് ഇവിടെ ഏകദേശം അതിനെ ഒരു 4 ലെവലാക്കിയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. അതിന് വ്യത്യസ്തമായിട്ട് പറഞ്ഞിരിക്കുന്ന ഗ്രന്ഥങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമുക്ക് നമ്മളുടെ അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ട് ആ 4 ലെവലുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതായത് ഒരു മനുഷ്യന് വേറൊരു മനുഷ്യനുമായിട്ട് സാമൂഹികമായിട്ടോ ഏത് രീതിയിലും ഇന്ററാക്ട് ചെയ്യുമ്പോൾ അത് ഏതൊക്കെ ലെവലുകളിലായിരിക്കണം എന്നുള്ളത്. അതിൽ ഒന്നാമത്തേതാണ് മുവാസാത്ത് എന്ന് പറയുന്നത്. ഞാൻ ആ വാക്ക് ഒന്ന് കാണിക്കാം. ഈ 4 ലെവലുകളാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. മുവാസാത്ത്, മുദാറാത്ത്, മുആമലാത്ത്, മുവാലാത്ത്. ഓക്കെ, ഇത് ഓരോന്നും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. അപ്പം മുവാസാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെൽവിഷിങ് എന്ന് പറയും. അതായത് അനുകമ്പ കാണിക്കുക എല്ലാ മനുഷ്യന്മാരോടും, എല്ലാരോടും, വിശ്വാസികളായിക്കോട്ടെ അവിശ്വാസികളായിക്കോട്ടെ, ഒരു നമ്മൾ അനുകമ്പയോടുകൂടി, കമ്പാഷനേറ്റ് ആയിട്ട്, കാരുണ്യത്തോടു കൂടി ഉള്ള ആ ഒരു റിലേഷൻഷിപ്പ്, അതിനാണ് മുവാസാത്ത് എന്ന് പറയുന്നത്. നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഹ്സാൻ ചെയ്യാൻ പറയുമ്പോൾ, നമ്മൾ കാരുണ്യം കാണിക്കാൻ പറയുമ്പോൾ, അത് അള്ളാഹിന്റെ എല്ലാ സൃഷ്ടികളോടുമാണ്, അല്ലെ? അത് മുസ്ലിങ്ങളോട് മാത്രമല്ല, എല്ലാ മനുഷ്യന്മാരോടും. സുബ്ഹാനല്ലാഹ്, അവരുടെ പ്രായം ഏതാണെങ്കിലും, അവരുടെ ജെൻഡർ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും, അവരെ ദീൻ ഏതാണെങ്കിലും, അവരുടെ ബാക്ക്ഗ്രൗണ്ട് ഏതാണെങ്കിലും, അവർ ഏത് നാട്ടിൽ നിന്നുള്ളതാണെങ്കിലും, ഈവൻ അത് മൃഗങ്ങളോടും ചെടികളോടും പോലും ആ ഒരു കാരുണ്യവും ആ ഒരു കെയറും ഒക്കെ കാണിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലെ ഇഹ്സാന്റെ ഭാഗമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ മുവാസാത്ത് എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് നന്മ കാക്ഷിക്കുക, അനുകമ്പ ഉണ്ടായിരിക്കുക, മറ്റുള്ളവർക്ക് നമ്മളെ കൊണ്ട് പ്രയോജനം ഉണ്ടാവുക എന്നുള്ളത്. അത് വിശ്വാസികൾക്കും അവിശ്വാസികൾക്കും ഒരേപോലെ കൊടുക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, നമ്മൾ നിർബന്ധമായിട്ടും കൊടുക്കേണ്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ഒരു എന്താ പറയാ, ഏറ്റക്കുറച്ചിലുകളില്ല അല്ലെങ്കിൽ ബാരിയേഴ്സ് ഇല്ലാണ്ട് വ്യത്യാസപ്പെടുത്താത്ത രീതിയിൽ നമ്മൾ കൊടുക്കേണ്ട ഒരു കാര്യമാണ്. അവൻ മുസ്ലിമാണ്, എന്നാ പിന്നെ ഓന് ദാഹിച്ചാലും ഞാൻ വെള്ളം കൊടുക്കൂല, ഓനൊരു പ്രയാസത്തിൽ പെട്ടിരിക്കുകയാണ്, ഞാൻ രക്ഷപ്പെടുത്തൂല, മുസ്ലിം അല്ലേ, എന്തിനാ ഞാൻ നോക്കുന്നത്, ഞാൻ സഹായിക്കൂല. അല്ലെ, നമ്മൾ വെറുതെ റോട്ടിൽ കൂടെ പോവാണ്, ഒരു പെണ്ണ് ഒരു കുട്ടീനെ ഒക്കത്തെടുത്തിന് കയ്യിൽ നിറച്ചും സാധനങ്ങൾ വാങ്ങിയത് ഇതുണ്ട്, എന്നിട്ട് അവരുടെ കയ്യിൽ നിന്ന് ഫോണ് വീണ് പോണ്. അപ്പൊ നമ്മൾ നോക്കുമ്പോ അതൊരു മുസ്ലിം അല്ലേ, ഞാൻ അവളെ സഹായിക്കൂല, അല്ലെ? അതൊന്നും ഒരു മുസ്ലിമിന് ചേർന്നിട്ടുള്ളതല്ല. അവളെ പറ്റുമെങ്കിൽ അവളെ കുട്ടീനെ എടുത്തു കൊടുക്കുക, അല്ലെങ്കിൽ ഒരു ബാഗ് ക്യാരി ചെയ്ത് കൊടുക്കുക എന്നൊക്കെയുള്ള ആ ഒരു മനുഷ്യന്മാരോട് പൊതുവായിട്ട് നമ്മൾ കാണിക്കേണ്ട ഒരു സാധനം ഉണ്ടല്ലോ, അതാണ് മുവാസാത്ത് എന്ന് പറയുന്നത്. അത് ഏത് തരത്തിലുള്ള, ഇപ്പൊ ഒരാള് നമ്മൾ പോണ വഴിക്ക് ഒരാൾ വീണെടുക്കുന്നത്, പെട്ടെന്ന് എന്തെങ്കിലും തെന്നി വീണ്, അത് മുസ്ലിം അല്ല, എന്നാ പിന്നെ അവിടെ വീണോട്ടെ, അല്ലെ? അങ്ങനെയൊന്നും ചിന്തിക്കല് ഇസ്ലാമില് പെട്ടതേയില്ല. അപ്പൊ മുവാസാത്ത് എന്ന് പറഞ്ഞത് മനുഷ്യന്മാരാണ്, അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായം ആവശ്യമുണ്ട്. നമ്മൾ സമൂഹത്തിലാണ് ജീവിക്കുന്നത്, അതുകൊണ്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സഹായവും സഹകരണവും ആവശ്യമുണ്ട്, അല്ലെ? ഒരാൾ രോഗിയാണ്, നമുക്കറിയുന്ന ഒരു വ്യക്തി, നമ്മൾ സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ്, അയാൾ രോഗിയാന്ന് കേട്ട് ഹോസ്പിറ്റലിലാണ്, അല്ലെങ്കിൽ അയാൾക്ക് ഒരു അപകടം പറ്റിയ ഹോസ്പിറ്റലാണ്, ആ മുസ്ലിം അല്ലേ, മതി എന്തെങ്കിലും കാട്ടോട്ടെ. ഇല്ല, മുവാസാത്ത് എന്ന് പറയുന്നത് നമ്മളുടെ അനുകമ്പയുടെ ഭാഗമാണ്, അല്ലെ? അവരെ ഹോസ്പിറ്റലിൽ പോയി കാണാൻ പറ്റുമോ, കാണാം. അവർക്ക് എന്തെങ്കിലും സഹായം ചെയ്യാൻ പറ്റുമോ, ചെയ്യാം. ഓക്കെ, ഇനി കുറെ ഒരു വൃദ്ധസദനം, അവിടെ കുറേ പ്രായമുള്ള ആൾക്കാർ താമസിക്കുന്നുണ്ട്. ഓക്കെ, അതിനകത്ത് കുറച്ച് അമുസ്ലിങ്ങളും ഉണ്ട്. പോകുമ്പോൾ നമ്മൾ കുറച്ച് ഗിഫ്റ്റ് കൊണ്ടുപോവാ, മുസ്ലിങ്ങൾക്കൊന്നും കൊടുക്കൂല, മുസ്ലിങ്ങൾക്ക് മാത്രമേ കൊടുക്കൂ. ഇല്ല, മുവാസാത്തിൽ പെട്ടതല്ലാതെ നമ്മൾ പോവാ, എല്ലാവരെയും, അല്ലെ? എല്ലാവരും മനുഷ്യന്മാരാണ്, എല്ലാവരും ഈ പറഞ്ഞ സഹായങ്ങളും ആവശ്യങ്ങളും
ആവശ്യമുള്ള ആൾക്കാരാണ്, അത് കൊടുക്കുക. നമുക്ക് നെയ്ബേഴ്സ് ഉണ്ട്. ഓക്കെ, തൊട്ടടുത്ത് മുസ്ലിം നെയ്ബർ ആണെങ്കിൽ അവരെ കാണുമ്പോൾ ഭയങ്കര സലാമും അതൊക്കെ. അതിന്റെ അപ്പുറത്തെ വീട്ടിൽ ആ മുസ്ലിമാണ്, അവളെ കാണുമ്പോൾ തിരിഞ്ഞിക്കുക അല്ലെ, എന്തേന്നും കൂടെ ചോദിക്കൂല. സലാം ഏതായാലും നമുക്ക് പറയാൻ പറ്റില്ല, ഒരു ഹായ് പോലും പറയൂല അല്ലെ. അല്ലെങ്കിൽ എന്തെങ്കിലും ഓരോ വിഷമിപ്പിക്കുന്ന ഒരു കമന്റ് ചെയ്യുക ഇല്ല, ഇസ്ലാമികമല്ലാതെ. അല്ലെങ്കിൽ നമ്മളിപ്പം ഗേറ്റിന്റെ പുറത്തേക്ക് ഒന്ന് അടിച്ചു വരാൻ ഇറങ്ങാണ് നമ്മളെ റോട്ടിലേക്ക്. ഓക്കെ, അപ്പൊ ഇപ്പുറത്തെ സൈഡിൽ ഒരു മുസ്ലിമിന്റെ ഗേറ്റ് ഉണ്ട്, അപ്പുറത്തെ സൈഡിൽ ഒരു ഹിന്ദുവിന്റെ ഗേറ്റ് ഉണ്ട്. മുസ്ലിമിന്റെ ഗേറ്റിന്റെ മുന്നിൽ നിന്ന് ഞാൻ അയാളെ അടിച്ചു മാറ്റും, പക്ഷെ ഹിന്ദുവിന്റെ ഗേറ്റ് അതെന്തെങ്കിലും ആയിക്കോട്ടെ, ഓനല്ലേ അല്ലെങ്കിൽ ഓളല്ലേ, പറ്റൂല. ഓക്കെ, ഇവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലും വളരെ കോമൺ ആയിട്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് മുവാസാത്ത് എന്ന് പറയുന്നത്. ബദ്ർ യുദ്ധത്തിന് ശേഷം 70 ആളുകൾ, മക്കയിലെ മുശ്രിക്കുകൾ 70 പേരെ യുദ്ധ തടവുകാരായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അവരെ താമസിപ്പിച്ചത് എവിടെയാ? പള്ളിയിൽ. സുബ്ഹാനല്ലാഹ്. ഭക്ഷണം കൊടുക്കുന്നതിൽ ഏറ്റവും നല്ല ഭക്ഷണം മുസ്ലിങ്ങൾ അവർക്കാ വിളമ്പിയത്. യുദ്ധ തടവുകാരായിട്ട് വന്ന്, ഉറപ്പായിട്ടും അവർ മുസ്ലിങ്ങളല്ലല്ലോ അല്ലെ, മുശ്രിക്കീങ്ങൾക്ക്. സുബ്ഹാനല്ലാഹ്, ഏറ്റവും നല്ല ഭക്ഷണം. അതും ഇവരുമായിട്ട് യുദ്ധത്തിന് വന്ന ആളുകളാണ് കേട്ടോ, പക്ഷെ മനുഷ്യന്മാരാണ്. അവർക്ക് ഭക്ഷണം ആവശ്യമുണ്ട്, അവർക്ക് സമയത്ത് വിശക്കുമില്ല. ആ മനുഷ്യ സഹജമായിട്ടുള്ള ആ ഒരു സഹകരണം, അവർക്ക് ഏറ്റവും നല്ലത് എന്താണോ അത് അവർക്ക് കൊടുത്തു. സുബ്ഹാനല്ലാഹ്. ഇനി മക്കയിൽ ഒരു ക്ഷാമം, വരൾച്ച അനുഭവപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടേക്ക് ഭക്ഷണം കൊടുത്തയക്കുമായിരുന്നു. ശത്രുക്കളല്ലേ മക്കയിൽ ഉണ്ടായിരുന്നത്, എന്തുകൊണ്ടാ അയച്ചത്? മനുഷ്യന്മാരാണ് അവിടെ ഉള്ളത് അല്ലേ, അവര് നമ്മളോട് യുദ്ധം പ്രഖ്യാപിച്ച ആൾക്കാരല്ലേ. പക്ഷെ അവര് ഭക്ഷണം കിട്ടാതെ മരിച്ചു പോകുന്ന കണ്ടു കഴിഞ്ഞാല് ഇല്ല, ഞാൻ അതൊന്നും നോക്കൂല, ഒരു യുദ്ധം പ്രഖ്യാപിച്ചവരാണ്, കൊടുക്കൂല എന്ന് പറയാൻ പറ്റുമോ? ഇല്ല അല്ലെ. അപ്പം നമ്മളെ ചുറ്റുപാടും ആളുകൾ വിശന്നിട്ട് മരണം ഫേസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ രോഗം കൊണ്ട് ചികിത്സക്ക് സഹായമില്ലാണ്ട് കഷ്ടപ്പെടുന്നുണ്ട്. ഒക്കെ മുവാസാത്തിന്റെ ഭാഗമാണ്. നമ്മൾ അവർക്ക് മനുഷ്യ സഹജമായിട്ടുള്ള സഹായങ്ങളും സഹകരണങ്ങളും എത്തിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് വ്യത്യസ്തമായിട്ടുള്ള ഡെലിഗേഷൻസ്, വഫൂദ് വരുമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കാണാൻ വേണ്ടിയിട്ട്. മദീനയിലേക്ക് പല നാടുകളിൽ നിന്നുള്ള അമുസ്ലിം ദൗത്യ സംഘങ്ങൾ വരുമായിരുന്നു. ഇവരൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെയാ താമസിപ്പിച്ചത്? പള്ളികളിൽ. ഇന്നിപ്പോ നമുക്ക് അൽഹംദുലില്ലാഹ് ഹോട്ടലുകളും അല്ലാണ്ട് അതിന് പറ്റിയ സ്ഥലങ്ങളൊക്കെ വേറെ ഉണ്ട്. അന്ന് പള്ളികളെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ മുസ്ലിങ്ങളോ ഏതോ നാട്ടിൽ നിന്ന് വന്നോ, ഒരു പള്ളി കയറ്റൂല അല്ലെ. നമ്മളാണിപ്പോ അതാ ചെയ്യുക, പള്ളി കയറ്റൂല, പള്ളിയിലും കയറ്റൂല, എവിടെയും കയറ്റൂല. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ പള്ളികളിലായിരുന്നു താമസിപ്പിച്ചിരുന്നത്. അവർക്ക് വേണ്ടി പള്ളികളുടെ വാതിലുകൾ തുറന്നു ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. സുബ്ഹാനല്ലാഹ്. അവിശ്വാസികളല്ലേ, ഓരെവിടെയെങ്കിലും തെരുവിൽ നിന്നോട്ടെ അല്ലെ, എന്തെങ്കിലും കാട്ടിക്കോട്ടെ, ഓരോ കാര്യം വേറെ ആരെങ്കിലും നോക്കിക്കോട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിചാരിച്ചിട്ടില്ല. അപ്പം ഇതാണ് മുവാസാത്ത്. എല്ലാ മനുഷ്യന്മാരുമായിട്ടുള്ള അനുകമ്പയോട് കൂടിയുള്ള, പ്രത്യേകിച്ച് സഹായം ആവശ്യമുള്ള സമയത്ത് സഹായം കൊടുക്കുന്ന ആ രീതിയിലുള്ള ഒരു സഹകരണം. ഓക്കെ, യാത്ര ചെയ്തു വരുന്ന ഒരാള് ദൂരയാത്ര ചെയ്തു വരാണ്, നമ്മളെ നാട്ടിലേക്ക് വരുന്നുണ്ടെന്ന് നമ്മളടുത്ത് പറയാം. ഒരുപക്ഷെ നമുക്ക് അവരുമായിട്ട് പലതരത്തിലുള്ള ഡിസഗ്രിമെന്റ് ഉണ്ട്, അവരുടെ പല അഭിപ്രായങ്ങളുമായിട്ട് നമ്മൾ യോജിക്കാത്ത ആളാണ്, എന്നാൽ പോലും യാത്രക്കാരനാണ് അല്ലെ. ഒരുപക്ഷെ നമ്മളുമായിട്ട് ശത്രുതയുള്ള ആളായിരിക്കും, പക്ഷെ യാത്രക്കാരനാണ്, അയാൾക്ക് എന്തെങ്കിലും ഒരു പ്രയാസമുണ്ട്, നമ്മൾ അവർക്ക് നമ്മളിൽ നിന്നുള്ള ദയോട് കൂടിയുള്ള ഒരു ട്രീറ്റ്മെന്റ് അവർ അർഹിക്കുന്നുണ്ട്. അവർക്ക് ഒരു താമസം റെഡിയാക്കി കൊടുക്കാൻ പറ്റുമോ? നമുക്ക് ചെയ്തു കൊടുക്കാം. ഭക്ഷണം എത്തിച്ചു കൊടുക്കാൻ പറ്റുമോ? എത്തിച്ചു കൊടുക്കാം. മക്ക വിജയത്തിന്റെ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് പേർക്ക് ക്ഷമിച്ചു കൊടുത്ത സാഹചര്യങ്ങൾ കണ്ടിട്ടുണ്ട്. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഖലീഫ ആയിരുന്ന സമയത്ത് ഇസ്ലാമിക് ആ ഒരു കാലിഫറ്റ്, ഇസ്ലാമിക് ഭരണകൂടത്തിൽ അമുസ്ലിങ്ങളെ ജീവിച്ചിട്ടുണ്ടെന്ന് മാത്രമല്ല, ഉമർ റളിയല്ലാഹു അൻഹു അവർക്ക് സ്റ്റൈപ്പൻഡ്, അവർക്ക് വേണ്ട ജീവിക്കാനുള്ള ചെലവുകൾ അവർക്ക് എത്തിച്ചു കൊടുത്തിട്ടുണ്ട്, ആവശ്യക്കാർക്ക്, സ്ത്രീകൾക്ക്, കുട്ടികൾക്ക്, പ്രായമായവർക്ക്. അപ്പം വാസാത്ത് എന്ന് പറയുമ്പോൾ എല്ലാ ആളുകളും, ഓക്കെ, അവരെന്ത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവരാണെങ്കിലും മനുഷ്യന്മാരുടെ അടുത്ത് കാണിക്കേണ്ട ആ ഒരു കാരുണ്യം, ആ ഒരു കമ്പാഷൻ, ആ ഒരു നല്ല ദയോട് കൂടിയുള്ള ട്രീറ്റ്മെന്റ്, ഇത് എന്താണ്? ചെയ്യാം എന്നല്ല, ചെയ്യണം, നിർബന്ധമാണ്. വി മസ്റ്റ് ഡു. ഓക്കെ, നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. അവരുടെ അടുത്ത് സ്നേഹത്തോടു കൂടിയുള്ള, ദയോട് കൂടിയുള്ള, കാരുണ്യത്തോടു കൂടിയുള്ള, അത് മുസ്ലിങ്ങൾ എന്നല്ല കേട്ടോ, മുസ്ലിങ്ങളും ഏത് ജാതിയാണെങ്കിലും ഏത് നാട്ടുകാരാണെങ്കിലും. ഓക്കെ, ഇപ്പൊ നമ്മളെ വീട്ടിൽ എന്തെങ്കിലും ഒരു ഇലക്ട്രിക് വർക്കിന് അല്ലെങ്കിൽ പ്ലംബിങ്ങിന്, അത് ക്ലീനിങ്ങിന് ഒക്കെ ആൾക്കാർ വരാന്ന് വെച്ചോ. ഓക്കെ, ഓരോ പണി എന്താ? അത് വന്ന് അത് ചെയ്ത് അതിന്റെ പൈസയും വാങ്ങി പോക്കാണ് ഓരോ പണി. അവർക്ക് ഫുഡ് കൊടുക്കേണ്ട ആവശ്യമൊന്നും ടെക്നിക്കലി ഇല്ല, പക്ഷെ അവർ ഒരു ദിവസം മുഴുവൻ പണിയെടുക്കാണ്. നമ്മൾ വിചാരിക്കും ഓരോ ഫുഡ് അല്ലേ, ഓരോ വേണമെങ്കിൽ പുറത്തുനിന്ന് കഴിച്ചോട്ടെ, കുഴപ്പമില്ല, നമ്മൾ കുറച്ച് വെള്ളം കൊടുത്തെന്ന് വെച്ചിട്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അല്ലെ, ഒരു തണുത്തത് എന്തെങ്കിലും അവർക്ക് അല്ലെങ്കിൽ ഒരു ചായ കൊടുത്തെന്ന് വെച്ചാൽ കുഴപ്പമുണ്ടോ? അല്ലെ. അപ്പം ആ രീതിയിലുള്ള ആ ഒരു കമ്പാഷൻ, കാരുണ്യം,
ഒരു 5-6 മണിക്കൂർ അയാൾ വർക്ക് ചെയ്താലും ഏതോ നാട്ടുകാരനാണ് അല്ലെ, ബംഗാളിയാണ്, ആ ഭാഗത്തേക്ക് തിരിഞ്ഞേ നോക്കണ്ട, ബംഗാളി മനുഷ്യനാണ് അല്ലെ. സുബ്ഹാനല്ലാഹ്. ഒരു ചായ അയാൾക്ക് കൊടുത്തെന്ന് വെച്ചിട്ടില്ലേ, നമ്മളെ വീട്ടിൽ നമ്മളെ മക്കള് കഴിച്ചിട്ട് കളയുന്ന 2 മുട്ടായി ഉണ്ടെങ്കിൽ ഓരോ മക്കൾക്ക് കൊടുക്കാൻ വേണ്ടി കൊടുത്തു കഴിഞ്ഞാൽ എന്തേ പ്രശ്നമുണ്ടോ? ഒരു ഫ്രൂട്ട് എന്തെങ്കിലും നമ്മളെ വീട്ടിലുണ്ടെങ്കിൽ അത് അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഒന്ന് കുറച്ചേരം ഇരുന്ന് ചായ കുടിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ. അപ്പം അവിടെ ഒന്നും മുസ്ലിമും അമുസ്ലിമും നോക്കേണ്ട കാര്യമില്ല. ഏത് നാട്ടുകാരനായിക്കോട്ടെ, ഏത് ജാതിക്കാരനായിക്കോട്ടെ, ഏത് കളറുള്ളവനായിക്കോട്ടെ, ഏത് ദീനായിക്കോട്ടെ. ഓക്കെ. അപ്പം ആ ഒരു ലെവൽ ഓഫ് കമ്പാഷൻ നമ്മൾ മക്കൾക്ക് കാണിച്ചും കൊടുക്കണം. എന്തുകൊണ്ടെന്ന് അവർക്ക് മനസ്സിലാവുകയും വേണം. കാരണം അവർ കൺഫ്യൂസ്ഡ് ആണ്. ഇത് ആരോട് എങ്ങനെയാ നിൽക്കണ്ടേ, ആരടുത്തുനിന്നാ തിരിഞ്ഞു നിൽക്കണ്ടേ. കാരണം ഇവർ ഈ സംഭവം കേട്ടിട്ടുണ്ട് എവിടുന്നോ. അപ്പൊ ഇവരെ വിചാരം ഇത് ആരോടും മിണ്ടാൻ പാടില്ല എന്ന്. അപ്പം എന്നാൽ ഇവരിത് മനസ്സിൽ വെച്ച് സ്കൂളിൽ പോയാലും അല്ലെങ്കിൽ കോളേജിൽ പോയാലും അല്ലെങ്കിൽ ഓഫീസിൽ പോയാലും ഇത് വർക്കാവോ? വർക്കാവേയില്ല. അപ്പൊ ഇവരെ വിചാരം എന്താ, ഈ ദീനില് അങ്ങനെയൊക്കെയാണ് ഈ ദീനിനെ ബുഫയാക്കി മാറ്റുന്നത്. എന്നാ പിന്നെ നമുക്ക് കഴിയുന്നത് എടുത്താൽ മതി, കഴിയാത്തത് എടുക്കണ്ട എന്നുള്ളതാവും. പക്ഷെ എന്നാൽ ഇവിടെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു കമാൻഡ് ഉണ്ട് ഈ കാര്യത്തിൽ. വളരെ സ്ട്രിക്റ്റ് ആയിട്ട് നമ്മൾ അനുസരിക്കേണ്ട ഒരു കൽപ്പനയുണ്ട്. പക്ഷെ അവർക്ക് ക്ലാരിറ്റി ഇല്ല. അതുകൊണ്ട് അവരാകെ കൺഫ്യൂസ്ഡ് ആവും. നമ്മളും ഒരു പക്ഷെ പല പല സാഹചര്യങ്ങളിലും അങ്ങനെ, ഞാനും ജീവിതത്തിന്റെ ഒരു സ്റ്റേജിൽ നല്ലപോലെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. പക്ഷെ അൽഹംദുലില്ലാ നമ്മൾ അള്ളാഹിന്റെ അടുത്ത് ചോദിച്ചാൽ അള്ളാഹു അതിനുള്ള ക്ലാരിറ്റി എന്തായാലും എത്തിക്കുക തന്നെ ചെയ്യും. ഓക്കെ. അപ്പം അവിശ്വാസി എന്ന് പറയുമ്പോൾ ഒരിക്കലും ഈ പറഞ്ഞ പോലെ അവര് കാരുണ്യത്തോടു കൂടിയുള്ള ട്രീറ്റ്മെന്റ് അർഹിക്കുന്നു എന്നുള്ളത് പോലെ തന്നെ ഒരു അവിശ്വാസിയോട് ഗുൽമ ചെയ്യാന്ന് പറയുന്നതും ഇസ്ലാമികമല്ല. ഓൻ നോൺ മുസ്ലിം അല്ലേ, ഓനെ എന്ത് രീതിയിലും പീഡിപ്പിക്കാം അല്ലെ. ഓൻ നമ്മളെ വീട്ടിൽ പണിക്ക് വരുന്നതാണ്, ഓളോട് എന്ത് വേണമെങ്കിലും പറയാം, മുസ്ലിം അല്ലല്ലോ, എന്ത് വേണമെങ്കിലും ചെയ്യാം. അങ്ങനെ ഒരു സംഭവം ഇല്ല. ബുഖാരിയിൽ വന്ന ഒരു ഹദീസിനകത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അതായത് ഒരു ദിമ്മി അല്ലെങ്കിൽ മുഅഹദ് എന്ന് പറയുന്ന ഒരു മുസ്ലിം നാട്ടിൽ ജീവിക്കുന്ന അമുസ്ലിം, അതായത് മുസ്ലിം നാട്ടിൽ ജീവിക്കുന്ന അമുസ്ലിം എന്ന് പറഞ്ഞാൽ മുസ്ലിം അഭയം കൊടുത്ത അമുസ്ലിമാണ്. അങ്ങനെയുള്ള ഒരു അമുസ്ലിമിനെ കൊല്ലുന്നവന് സ്വർഗത്തിന്റെ മണം പോലും ലഭിക്കൂല എന്നാ പറയുന്നത്. സുബ്ഹാനല്ലാഹ്. ആ മുസ്ലിം അല്ലേ, അവനെ കൊന്നാൽ എന്താ? അവരുടെ അടുത്ത് ഗുൽമ ചെയ്യാന്നുള്ളത് അവിടെ അനുവദിച്ചിട്ടില്ല, മുസ്ലിം ആണെന്നുള്ളതിന്റെ പേരിൽ. സുബ്ഹാനല്ലാഹ്. അവൻ അമുസ്ലിം ആയതിന്റെ പേരിൽ അവന്റെ ജീവിതം നമുക്ക് ഹലാലാവുന്നില്ല, അവന്റെ അഭിമാനം നമുക്ക് ഹലാലാവുന്നില്ല, അവന്റെ സ്വത്ത് അനധികൃതമായി നമ്മൾ എടുക്കുന്നതാവാം അൽ ഹലാലാവുന്നില്ല. ഓക്കെ. അപ്പം അതേപോലെ അവൻ മുസ്ലിം അല്ലേ, ഓനടുത്ത് ഇനിയിപ്പൊ ഇത്തിരി ചീറ്റ് ചെയ്താലും കുഴപ്പമില്ല അല്ലെ. ഒരു മാളിൽ പോവാണ്, ഒരു ഷോപ്പിൽ പോയി, അതൊരു മുസ്ലിമിന്റെ ഷോപ്പാണ്, 2 സാധനം അടിച്ചു മാറ്റുക, മുസ്ലിമിന്റെ അല്ലേ, മുസ്ലിമിനോട് നമുക്ക് എന്തും ചെയ്യാലോ, ഇല്ല അല്ലെ. അപ്പം വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഒരു കാഫിർ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയിട്ട് ഓരോ എന്തും ചെയ്യാം എന്നുള്ളതല്ല. ഇത് വളരെ ക്ലിയർ കട്ടായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ കാര്യമാണ്. അപ്പൊ നമുക്ക് നല്ല ക്ലാരിറ്റി ഉണ്ടാവണം. അപ്പം മുവാസാത്ത് എന്ന് പറയുന്നത് നമ്മൾ ചെയ്യൽ നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് സാമൂഹികമായിട്ടുള്ള വെൽഫെയർ അല്ലെ, സോഷ്യലായിട്ട് ഉള്ള നല്ല നിലനിൽപ്പിനും പ്രയാസം അനുഭവിക്കുന്നവർക്ക് സഹായം എത്തിക്കാനും നല്ല നല്ല മാനേഴ്സ് എല്ലാവരിലേക്കും എത്താനും ഒക്കെ ഇത് ആവശ്യമാണ്. അതിന്റെ പേരിൽ അതിന് വിശ്വാസമോ മറ്റു കാര്യങ്ങളോ നോക്കേണ്ടതില്ല. ഇനി രണ്ടാമത്തെ കാര്യമാണ് മുദാറാത്ത്. മുദാറാത്ത് എന്ന് പറയുമ്പോൾ നമ്മളുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്ന ആളുകൾ. ഇപ്പൊ നേരത്തെ പറഞ്ഞത് എല്ലാ മുസ്ലിങ്ങളും അല്ല, എല്ലാ മനുഷ്യന്മാരും അല്ലെ, ഏത് രീതിയിലുള്ള ഏത് ആൾക്കാരും നമ്മളിൽ നിന്നും ഒരു മിനിമം അനുകമ്പ എന്നുള്ള രീതിയിൽ അർഹിക്കും. ഇനി മുദാറാത്ത് എന്ന് പറയുമ്പോൾ ഈ ദാര യദൂറു ആ വാക്കിൽ നിന്ന് വന്നതാണ്. ദാര യദൂർ എന്ന് പറഞ്ഞാൽ എന്താ, അങ്ങനെ ഒരു സർക്കിൾ ചെയ്യുക അല്ലെ. നമ്മൾ വീടിന് ദാർ എന്ന് പറയാനുള്ള കാരണം നമ്മൾ കറങ്ങി 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 അവിടേക്ക് തന്നെ എത്തുക എന്നുള്ളത്. അപ്പം ഈ മുദാറാത്ത് പറഞ്ഞാൽ നമ്മളുമായിട്ട് ഡെയിലി സമ്പർക്കത്തിൽ വരുന്ന ആൾക്കാർ. അത് ഈ സമൂഹത്തിൽ ഇപ്പം നമ്മൾ സ്ഥിരമായിട്ട് പോകുന്ന ഷോപ്പിൽ നമ്മൾ കാണുന്ന ആൾക്കാർ, അല്ലെങ്കിൽ സ്ഥിരമായിട്ട് നമ്മൾ ഇപ്പം വീടിന്റെ പരിസരങ്ങൾ ഉണ്ടാവില്ലേ, നമ്മൾ നടന്നു പോകുന്ന ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു പോകുമ്പോൾ ഡെയിലി കാണുന്ന ആൾക്കാര്, അതല്ലെങ്കിൽ നമ്മളെ സ്കൂളിൽ പോകുമ്പം അവിടുത്തെ ടീച്ചർ, അതുപോലെ നമ്മൾ പല രീതിയിൽ ഡെയിലി നമ്മളുമായിട്ട് ഡീല് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അവരടുത്ത് എന്തും ചെയ്യാന്നാണോ? അല്ല. അവരൊക്കെ നമുക്ക് തോന്നിയ പോലെ എന്തെങ്കിലും പറയാന്നാണോ? അല്ല. അവരെയും നമ്മൾ പ്രോപ്പറായിട്ട് ഡീൽ ചെയ്യണം. ഓക്കെ. നമ്മളിങ്ങനെ റോട്ടിൽ കൂടെ പോവാണ്, അപ്പൊ ഒരു മുസ്ലിമിനെ കാണണം, ഡെയിലി നമ്മൾ കാണുന്ന അല്ലെങ്കിൽ ആ ഷോപ്പിലുള്ള അല്ലെങ്കിൽ ആ വീട്ടിലുള്ള ഒരു അമ്മയാണ്, ആ മുസ്ലിം അല്ലേ, അവരെ മുഖത്തേക്കും കൂടെ നോക്കണ്ടെന്നാണോ? നോക്കണം അല്ലെ, നോക്കുക, ചിരിക്കണം, പുഞ്ചിരിക്കണം.
ആ ഒരു സംഭവം ഉണ്ടല്ലോ, മുസ്ലിമാന്ന് വെച്ച് നമ്മൾ മാറ്റി നിർത്തൽ ഇവിടെയൊന്നുമല്ല അത് ആവശ്യം എന്നുള്ളത് ഏറ്റവും ആദ്യം മനസ്സിലാക്കുക. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലെല്ലാം എല്ലാ മനുഷ്യന്മാരും ഒരുപോലെയാണ്. ഓക്കെ, അത് വ്യത്യാസം വരുന്നത് മുവാലാത്തിലേക്ക് എത്തുമ്പോൾ മാത്രമാണ്. അത് നമ്മൾ കൂടുതൽ വിശദമായിട്ട് ഇനിയും ഡിസ്കസ് ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമയത്ത് ഒരു ജൂതനായ മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ ഒരു സംഭവം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ വന്നു, സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭക്ഷണം കൊടുത്തു, അവിടെ താമസിക്കാനുള്ള സ്ഥലവും അന്ന് കൊടുത്തു. പക്ഷെ ഇയാൾ രാത്രി കിടന്നപ്പോൾ കാര്യം സാധിച്ചു, ബെഡിൽ വെച്ചിട്ട്. രാവിലെ ആരും അറിയാണ്ട് ആള് പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കണ്ടു, ഒന്നും പറയാതെ അത് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ ഇയാൾക്ക് എന്തോ പറഞ്ഞു വെച്ച്, എന്തോ ഒരു സാധനം വെച്ച് മറന്നുപോയി, അയാളുടെ വാളോ ഇനി വേറെന്തോ ആണെന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. അയാൾ തിരിച്ചു വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് ക്ലീൻ ചെയ്യാണ്. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മൾ ഡീൽ ചെയ്യുന്ന ഡേ ടു ഡേ ബേസിസിൽ നമ്മൾ കാണുന്ന മനുഷ്യന്മാർ അല്ലെ, അത് മുസ്ലിമോ അമുസ്ലിമോ ക്രിസ്ത്യാനിയോ ഹിന്ദുവോ ജൂതനോ എന്ന് നോക്കണ്ട, നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന ആളുകളും നമ്മളിൽ നിന്ന് നല്ല ട്രീറ്റ്മെന്റ് അർഹിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം അതുപോലെ നമ്മൾ കെയർ ചെയ്യണം എന്നുള്ള ഒരു കാര്യമാണ് ഈ മുദാറാത്ത്. ഇനി അടുത്തത് മുആമലാത്ത്. മുആമലാത്ത്, ഓക്കെ, മൂന്നാമത്തെ കാര്യം. അപ്പൊ നമ്മൾ ഇപ്പം മുവാസാത്ത് കണ്ടു, മുദാറാത്ത് കണ്ടു. മുവാസാത്ത് ജനറലി എല്ലാവരും അർഹിക്കുന്ന വെൽവിഷിങ്. രണ്ടാമത്തത് മുദാറാത്ത് എന്ന് പറയുമ്പോൾ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന, നമ്മൾ എൻകൗണ്ടർ ചെയ്യുന്ന ആളുകൾ. ഓക്കെ, ഇനി മുആമലാത്ത് എന്ന് പറയുമ്പോൾ അതിനകത്ത് ട്രാൻസാക്ഷൻസ് എന്തെങ്കിലും രീതിയിൽ നമ്മൾ അവരുമായിട്ട്, ഇപ്പം ജോലി അല്ലെങ്കിൽ ബിസിനസ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സ്കൂളിൽ അവരുമായിട്ട് നമ്മൾ ഡെയിലി അവരുമായിട്ട് വെറുതെ കാണുക എന്നുള്ളതല്ല, അവരെ ജസ്റ്റ് പാസ് ചെയ്യുക എന്നുള്ളതല്ല, അവരുമായിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം, ഒരു ജോലി അല്ലെങ്കിൽ ഒരു വർക്ക്, ഒരു ട്രാൻസാക്ഷൻ അവരുമായിട്ട് നടക്കുന്നുണ്ട്. നമ്മൾ ഒരു അമുസ്ലിം കമ്പനിയിൽ ജോലി ചെയ്യാണ്, അല്ലെങ്കിൽ ഒരു അമുസ്ലിമുകൾ നടത്തുന്ന ഒരു സ്കൂളിൽ പഠിക്കുകയാണ്, അതല്ലെങ്കിൽ ഒരു അമുസ്ലിം ഡോക്ടറെ കാണുകയാണ്, അല്ലെങ്കിൽ ലൈബ്രറി പോകുമ്പം അവിടെ ലൈബ്രറിയൻ അമുസ്ലിമാണ്, അല്ലെങ്കിൽ ഒരു ടാക്സിയിൽ ഓട്ടോയിൽ കയറുമ്പോൾ ഓട്ടോക്കാരൻ അല്ലെങ്കിൽ ടാക്സിക്കാരൻ അമുസ്ലിമാണ്, ബസ് ഡ്രൈവർ കണ്ടക്ടർ മുസ്ലിമാണ്. അങ്ങനെ ഉണ്ടല്ലോ. അപ്പൊ അവരുമായിട്ട് നമുക്ക് പല ഡീലിങ്സ് നടക്കുന്നുണ്ട് അല്ലെ. ഇപ്പൊ ഡോക്ടർ ആണെങ്കിൽ ഡോക്ടർ നമ്മളെ ചികിത്സിക്കുന്നുണ്ട്, ടീച്ചർ ആണെങ്കിൽ ടീച്ചർ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ മുദാറാത്ത് പറഞ്ഞത് അങ്ങനെ ട്രാൻസാക്ഷൻസ് നടന്നോളണമെന്നില്ല, ചിലപ്പം പാസ് ബൈ ആയിരിക്കും, നമ്മൾ അവരെ കാണുന്ന അങ്ങനെ ഉണ്ടാവുള്ളൂ. മുആമല എന്ന് പറയുമ്പോൾ അവരുമായിട്ട് നമുക്ക് എന്തെങ്കിലും രീതിയിൽ ട്രാൻസാക്ഷൻസ് നടക്കുന്നുണ്ട്. ഓക്കെ, ടീച്ചർ അതുപോലെയുള്ള പല കാര്യങ്ങളും. അപ്പോൾ അവര് നോൺ മുസ്ലിം ആണ് എന്നുള്ളത് കൊണ്ട് നമ്മൾ അവരുമായിട്ട് മോശമായിട്ട് ഡീൽ ചെയ്യാൻ പറ്റുമോ? ഇല്ല അല്ലെ. അത് ആ ടീച്ചർ ഒരു ഹിന്ദു, ആ ടീച്ചർ പറയുന്ന ഹോംവർക്ക് ഞാൻ ചെയ്യൂല, പറ്റുമോ? ഇല്ല അല്ലെ. അതുപോലെ നമ്മൾ ഒരു ടാക്സിയിൽ കയറി, അത് നോൺ മുസ്ലിം ഡ്രൈവറാ, സാരല്ലേ ടാക്സിയിൽ എന്തെങ്കിലും കുറച്ച് ചപ്പും ചവറും വേസ്റ്റും മിഠായി നല്ല ഗ്ലാസ്സൊക്കെ അതിനകത്ത് കിട്ടേക്കുന്ന കുട്ടികളെടുത്ത് പറയാൻ പറ്റും? ഇല്ല അല്ലെ. അവിടേക്ക് എല്ലാം ഒരേപോലെയാ. നമ്മുടെ ആ ഒരു നമ്മളെ എഹ്സാൻ അവരെല്ലാവരും ഒരേപോലെ അർഹിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ കുഫാറുകളെ എനിക്ക് കാഫര്യങ്ങളോട് എനിക്ക് വെറുപ്പാണ്. ഞാൻ എന്താണ്, ഒരു കാറ് ഞാൻ നശിപ്പിക്കും, ഒരു ബസ് ഞാൻ നശിപ്പിക്കും, അല്ലെങ്കിൽ കുറച്ച് ചളി വാരിത്തേക്കെന്ന് പറയാൻ പറ്റുമോ? ഇല്ല അല്ലെ. അപ്പം മുആമലാത്ത് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും രീതിയിലുള്ള ട്രാൻസാക്ഷൻസ് നടക്കുന്ന ആൾക്കാർ. അപ്പം അവരുടെ അടുത്ത് നമ്മൾ സംസാരിക്കുന്നത് പ്രോപ്പറായിട്ട് സംസാരിക്കണം, കൊടുക്കണം, മറുപടികൾ കൊടുക്കേണ്ട സിറ്റുവേഷനിൽ കൊടുക്കണമെങ്കിൽ അത് ആത്മാർത്ഥമായിട്ട് കൊടുക്കണം. അവരുമായിട്ട് സംസാരിക്കാൻ പോലും പാടില്ല. ടീച്ചർ നോൺ മുസ്ലിം ആണെങ്കിൽ ടീച്ചറോട് സംസാരിക്കാൻ പോലും പാടില്ല, അല്ലെങ്കിൽ നെയ്ബർ നോൺ മുസ്ലിം ആണെങ്കിൽ അവർക്കൊന്നും കൊടുക്കാൻ പാടില്ല, വാങ്ങാൻ പാടില്ല, ചിരിക്കാൻ പാടില്ല എന്നൊക്കെ ഉള്ള പ്രചരണങ്ങള് നമ്മളെ നാട്ടില് നമ്മളെ സ്വന്തം ആൾക്കാരുടെ ഇടയിൽ പോലും നടക്കുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പൊ അതൊന്നും അല്ല ഇസ്ലാം പറയുന്നത്. ഓക്കെ, ഒരു ഈമാൻ ഇല്ലാത്ത ആൾക്കാരാണ്. ഇനിയിപ്പോ ഒരു ടീച്ചർക്ക് ഒരു വിഷയത്തെ കുറിച്ച് നല്ല പാണ്ഡിത്യമുണ്ട്, പക്ഷെ അത് നോൺ മുസ്ലിം ആണ്, ആ ടീച്ചറോട് ചോദിക്കണ്ട. യെസ്, നമ്മൾ ഇസ്ലാമികമായിട്ടുള്ള വിഷയങ്ങളിലേക്ക് വരുമ്പോൾ അവരോട് ചോദിക്കണ്ട എന്നുള്ളത് ശരി തന്നെ. അല്ലാതെ അവരുടെ നോളജ്, ഇപ്പോൾ ഒരു ഡോക്ടർ നല്ല എക്സ്പേർട്ട് ആണ്, പക്ഷെ അയാൾ നോൺ മുസ്ലിം ആണ്, അയാളുടെ അടുത്ത് പോകണ്ട, അങ്ങനെയൊന്നുമില്ല. അതിലും നമുക്ക് ഇസ്ലാമികമായിട്ടുള്ള എന്തെങ്കിലും ദീനിനെ കോംപ്രമൈസ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം എന്ന് മാത്രം. ഓക്കെ, അപ്പോൾ അവർക്ക് ബുദ്ധിയില്ല, ഓരോ ആയിട്ട് ഡീൽ ചെയ്യണ്ട എന്നൊന്നുള്ളത് അത് ഇസ്ലാമികമല്ല. അവിടെയൊക്കെ ഇതൊക്കെ അനുവദനീയമാണ്. ഓക്കെ, ട്രാൻസാക്ഷൻസ് ഈ പറഞ്ഞ ആളുകളും ഒക്കെ ആയിട്ട് അനുവദനീയമാണ്. ഒരു മുസ്ലിമിന്റെ കൂടെ വർക്ക് ചെയ്യൽ അനുവദനീയമാണ്, മുസ്ലിം ടീച്ചറെ കീഴിൽ പഠിക്കൽ അനുവദനീയമാണ്. ഇവിടെയൊക്കെ ഇസ്ലാമിക വിഷയങ്ങൾ വരുമ്പോൾ നമുക്ക് അവിടെ റൂളുകൾ ഉണ്ടാവും, അത് ശ്രദ്ധിക്കണം എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ജൂതന്റെ അടുത്ത്
സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് കൊടുക്കാറുണ്ട്. അപ്പൊ നമ്മൾ ആയത്തുദൈൻ കഴിഞ്ഞപ്പോൾ റഹൻ എന്ന് പറഞ്ഞൊരു സംഭവം പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ, കടം വാങ്ങുമ്പോൾ അവരുടെ അടുത്ത് കൊടുക്കുന്ന ഡെപ്പോസിറ്റ് എന്ന് പറയുന്ന ഒരു സംഭവം. ഓക്കെ, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെയുള്ള അതായത് ഡെപ്പോസിറ്റ് ചെയ്യുന്ന കാര്യത്തിൽ മുസ്ലിങ്ങളുമായിട്ടും ഡീൽ ചെയ്തിട്ടുണ്ട്. ജൂതന്മാർക്കും അവരുടെ കയ്യിൽ സാധനം ഏൽപ്പിച്ച് അവരുടെ അടുത്ത് നിന്ന് പൈസ വാങ്ങുകയും അങ്ങോട്ട് കൊടുക്കുകയും അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നോക്കാൻ ഏൽപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും മുസ്ലിങ്ങളുമായിട്ട് മുആമലാത്ത് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഒരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ഒരു ജൂതന്റെ അടുത്ത് വാളേൽപ്പിച്ചിട്ട് അയാളിൽ നിന്ന് പൈസ വാങ്ങിയിട്ടുണ്ട്. അതിനൊക്കെ റെഫറൻസസ് ഉണ്ട്. അപ്പം മുആമലാത്തും അനുവദനീയമാണ്. ഓക്കെ, അനുവദനീയമാണ്. നമ്മൾ മുവാസാത്തിന്റെ കാര്യത്തിൽ നിർബന്ധമാണെന്നാണ് പറഞ്ഞത്. ആ ഒരു അനുകമ്പയും കാര്യങ്ങൾ മുദാറാത്താണെങ്കിലും നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. ഇനി നാലാമത്തത് മുവാലാത്ത്. ഇവിടെയാണ് വലി എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ് വരുന്നത്. ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പാണ്, വളരെ ഇന്റിമേറ്റ് ആയിട്ടുള്ളതാണ്. ഏത് സാഹചര്യത്തിലും എന്തും ചെയ്തു കൊടുക്കാൻ പറ്റുന്ന അല്ലെ, അവരെ നമ്മൾ പൂർണ്ണമായിട്ട് അംഗീകരിക്കുന്ന, അവര് പറയുന്നത് നമ്മൾ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളുന്ന, അവർക്ക് ഏത് ലെവലിൽ സഹായം വേണമെങ്കിലും നമ്മൾ ചെയ്തു കൊടുക്കുന്ന, അതേപോലെ തിരിച്ചും ആ രീതിയിലുള്ള ഒരു ബന്ധമാണ് മുവാലാത്ത് എന്ന് പറയുന്നത്. അതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് നമ്മളെ ചില കാര്യങ്ങളൊക്കെ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും അല്ലെ, നമ്മുടെ ദീൻ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. അത് അനുവദനീയമല്ല. സുബ്ഹാനല്ലാഹ്. ഇപ്പൊ ഞാൻ തൊട്ടു മുമ്പേ മുആമലാത്തിന്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞു, അവിടെ അവരുമായിട്ടുള്ള ഡീലിങ്സ് ഒക്കെ നമുക്ക് അനുവദനീയമാണ്. പക്ഷെ എവിടെങ്കിലും അവിടെ ഈ പറഞ്ഞ പോലെ ദീനിൻ്റെതായ കോംപ്രമൈസ് വരുന്ന സിറ്റുവേഷനിൽ അവിടെ നിയമങ്ങൾ ഉണ്ടാവും. അത് നമ്മൾ ശ്രദ്ധിക്കണം. പക്ഷെ മുവാലാത്ത് എന്ന് പറയുന്നത് വിലായ കൈൻഡ് ഓഫ് ഫ്രണ്ട്ഷിപ്പ് അമുസ്ലിങ്ങളുമായിട്ട് അനുവദനീയമേ അല്ല. അത് പല രീതിയിൽ നമുക്ക് അള്ളാഹിന്റെ ദീനിനെ നമ്മൾ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. ഈ ഒരു മുവാലാത്ത് എന്ന് പറയുന്ന റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് പരസ്പരം ഉള്ള ഭയങ്കരമായ ഇഷ്ടം അതിനകത്ത് പെടുന്നുണ്ട്. പരസ്പരം കേൾക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും കേൾക്കുക, അനുസരിക്കുക. അത് അനുസരിക്കുക എന്ന് പറയുമ്പോൾ അത് ദീനിനെതിരെ പോകുമ്പോൾ പോലും അനുസരിക്കുക എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തുന്ന ബന്ധമാണ് മുവാലാത്ത്. അതുകൊണ്ട് തന്നെ അത് ഹറാമാണ്, അനുവദനീയമല്ല. അപ്പൊ മുവാസാത്ത്, മുദാറാത്ത്, മുആമലാത്ത് ഇത് മൂന്നും അനുവദനീയമാണ്. മുവാലാത്ത് ആകെ അള്ളാഹുമായിട്ടും അവന്റെ ദൂതനുമായിട്ടും വിശ്വാസികളായിട്ടും മാത്രമേ ഒരു മുഅ്മിന് അനുവദനീയമുള്ളൂ. കാരണം ആരെങ്കിലും ആയിട്ട് നമ്മൾ അങ്ങനെ മുആലാത്ത് സ്ഥാപിച്ചു കഴിഞ്ഞാൽ അവരുമായിട്ട് നമ്മൾ 100% സഹകരിക്കും അല്ലെ, 100% അവരായിട്ട് നമ്മൾ എഗ്രി ചെയ്യും. അതിന്റെ അർത്ഥം നമ്മൾ ദീൻ അവിടെ സാക്രിഫൈസ് ചെയ്യപ്പെടാണ്. സൂറത്ത് ബഖറയിലല്ലേ അവിശ്വാസികളെ വിവാഹം ചെയ്യുന്നതിൽ നിന്ന് വിരോധിച്ചിട്ടുണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല. എന്തുകൊണ്ടാ? നമ്മൾ ആരെങ്കിലും ഒരാളെ വിവാഹം ചെയ്യുമ്പം അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യും അല്ലെ. പൊതുവെ അവർ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യും. അവര് സുബഹിക്ക് എണീക്കുന്നില്ലെങ്കിൽ നമ്മൾ മെല്ലെ മെല്ലെ സുബഹിക്ക് എണീക്കാതാവും അല്ലെ. അവര് റമദാന് നിസ്കരിക്കുന്നില്ലെങ്കിൽ നമ്മൾ മെല്ലെ നിസ്കരിക്കാതാവും. അവര് നമ്മളെ ഖുർആൻ ഓതാനൊന്നും പ്രോത്സാഹിപ്പിച്ചോളണമെന്നില്ല അല്ലെ. അള്ളാഹിന്റെ മാർഗത്തിൽ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി പ്രോത്സാഹിപ്പിച്ചോളണമെന്നില്ല. അപ്പൊ നമുക്ക് നമ്മളെ ദീൻ പ്രാക്ടീസ് ചെയ്യല് പ്രയാസമാവും. അതേപോലെ ഈ മുവാലാത്ത് ബന്ധത്തിന്റെ ഒരു ഭാഗമാണ് അവരുമായിട്ട് നമ്മൾ എഗ്രി ചെയ്യാന്നുള്ളതും അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ നമ്മൾ അപ്രൂവ് ചെയ്യാന്നുള്ളതും അല്ലെ. മുവാലാത്ത് ലെവലിലുള്ള ബന്ധം എന്ന് പറയുമ്പോൾ അവരെ എല്ലാ കാര്യങ്ങളെയും നമ്മൾ അവർ ശരിയാണെന്നുള്ള രീതിയിലാണ് എടുക്കുക. അപ്പൊ അവർ ശിർക്ക് ചെയ്യുമ്പം, അവർ അള്ളാഹുവിനോട് അനുസരണക്കേട് കാണിക്കുമ്പോൾ, അപ്പൊ അവര് നമ്മളെ നല്ല ഫ്രണ്ട്സ് എന്നുള്ള നിലയിൽ നമ്മൾ അതിനെയും ഓക്കെ ആക്കി പോകും അല്ലെ. അതിനെ നമ്മൾ അനുവദിക്കും, പിന്നെ അതുമായിട്ട് നമ്മൾ സഹകരിക്കും അല്ലെ. അവര് ചെയ്യുന്ന പല കാര്യങ്ങളും ഇതിന്റെയൊക്കെ ഭാഗമായിട്ടാണ് ഇപ്പൊ ഇന്നത്തെ കാലത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്ന ആഘോഷങ്ങൾ വരുമ്പോൾ മുസ്ലിങ്ങൾ അവരെ പോലെ തന്നെ തിമിർത്താടുന്ന സാഹചര്യങ്ങളൊക്കെ ഈ മുവാലാത്ത് ലെവലിലുള്ള ബന്ധങ്ങൾ വരുന്നത് കൊണ്ടാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് അതിശക്തമായിട്ട് നിരോധിച്ചിട്ടുണ്ട്. അത് നിരോധനം തന്നെയാണ്, അത് ശക്തമായ നിരോധനമാണ്. കാരണം ഈ ആയത്തിൽ ഉപയോഗിച്ചിട്ടുള്ള ഓരോ വാക്കുകളും അത്രയും പവർഫുൾ ആണ്. ഓക്കെ, ഓരോ വാക്കുകളും ഞാൻ വീണ്ടും എടുത്തു പറയാം. നമ്മൾ പറഞ്ഞ യത്തഖിദ് എന്ന് പറഞ്ഞ പ്രയോഗം സ്ട്രോങ് ആണ്. വമൻ യഫ്അൽ ദാലിക ഫലൈസ മിനല്ലാഹി ഫീ ഷൈഅ, അതും സ്ട്രോങ് ആണ് അല്ലെ. അതേപോലെ വയഹ്ദിറുകുമുല്ലാഹു നഫ്സ, ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള വിരോധമാണ്. വഇലല്ലാഹി മസീർ, അതും സ്ട്രോങ് ആണ്. അപ്പം അത് വളരെ ശക്തമായിട്ടുള്ള കൽപ്പന തന്നെയാണ്. ഇനി എന്തുകൊണ്ടൊക്കെ ആയിരിക്കാം അല്ലാഹു സുബ്ഹാനഹു വ തആല അവിശ്വാസികളുമായിട്ടുള്ള മുവാലാത്തിനെ നിരോധിച്ചത്? ഒന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി അത് നമ്മുടെ ദീനിനെ സ്വാധീനിക്കും അല്ലെ, അത് നമ്മുടെ ദീനിനെ ബാധിക്കും. നമ്മുടെ ദീനിന് പല സാഹചര്യങ്ങളിലും നമുക്ക് കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. ഇപ്പം ഒരാ മുസ്ലിം നമ്മളെ ക്ലോസ് ഫ്രണ്ട് ആണ്, അവന് വല്ലാതെ അവന്റെ അച്ഛൻ ഹോസ്പിറ്റലിലാണ്,
കൊടുക്കാൻ പൈസ ഇല്ല. നമ്മളടുത്ത് വന്ന് പറയും എന്തെങ്കിലും നീ ചെയ്തേ മതിയാവും, നീ വേഗം നീ ഒരു കട എടുത്തിട്ടാണെങ്കിലും ആരോടെങ്കിലും എന്താണ് പലിശക്ക് വാങ്ങിയാലും നീ തന്നേ മതിയാവും എന്ന് പറഞ്ഞാൽ നമ്മളത് ചെയ്തു കൊടുക്കേണ്ടി വരും. കാരണം നമ്മൾ അവരുമായിട്ടുള്ളത് മുവാലാത്താണ് അല്ലെ. അപ്പൊ നമ്മളറിയാതെ നമ്മളുടെ ദീനിന് എതിരെ നമ്മൾ പോകേണ്ട സാഹചര്യം. അല്ലെങ്കിൽ അവന്റെ ഒരു ഭാര്യ, അവൾക്ക് അത്യാവശ്യമായിട്ട് എവിടെയോ പോകണം, നീ ഒന്ന് അവളെ ഡ്രോപ്പ് ചെയ്ത് കൊടുക്ക്. നമ്മൾ ഇസ്ലാമിൽ അനുവദനീയമായ കാര്യമാണോ? അല്ല. അവർക്കത് ഓക്കെയാണ് അല്ലെ. അപ്പം അത് അനുവദനീയമായ കാര്യമേ അല്ല. സുബ്ഹാനല്ലാഹ്. ഈവൻ ഇസ്ലാമില് ഈ മാരേജ് മുഷ്രിക്കുമായിട്ടുള്ള മാരേജിന് വിവാഹത്തിന് തന്നെ നിരോധിക്കാനുള്ള കാരണം എന്താണ്? ഈ പറഞ്ഞ പോലെ അവരുടെ നമ്മൾ അവർക്ക് വേണ്ടി നമ്മുടെ ദീനിനെ കോംപ്രമൈസ് ചെയ്യേണ്ടി വരുന്നതാണ് അല്ലെ. അത് പറഞ്ഞിട്ടുണ്ട്, ഉലായിക യദഊന ഇലന്നാർ, അവരെ നിങ്ങൾ നരകത്തിലേക്കാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ അവരുമായിട്ട് സഹകരിക്കുമ്പം, അവർ പറയുന്നത് കേൾക്കുമ്പം അല്ലെ, അവര് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ട് അവരെ കൂടെ നമ്മൾ നരകത്തിലേക്ക് പോകേണ്ടി വരും. അത് തന്നെയാണ് ബനു ഇസ്രായേൽ ചെയ്തത് അല്ലെ. സൂറത്ത് ബഖറയിൽ 84-85 ആയത്തുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. മീസാക്കിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അവര് ഒരു ശക്തമായിട്ടുള്ള ഒരു ഉടമ്പടി ചെയ്ത കാര്യം എന്തായിരുന്നു? ആ ഉടമ്പടി അവർ പരസ്പരം ബനു ഇസ്രായേൽ പരസ്പരം അവര് കൊല്ലൂല എന്നുള്ള ഒരു ഉടമ്പടി അവർക്ക് കൊടുത്തിട്ടുണ്ട്. നമ്മളെ സ്വന്തം ആളുകളെ കൊല്ലൂല, സ്വന്തം ആളുകളെ നാട്ടിൽ നിന്ന് തുരത്തി ഓടിക്കൂല, പരസ്പരം സഹകരിക്കും, സ്വന്തം ആളുകൾക്കെതിരെ മറ്റുള്ളവരുമായിട്ട് സഹകരിക്കൂല എന്നൊക്കെ ഉള്ള ഒരു മീസാക്ക് ഉടമ്പടി അവരിൽ നിന്ന് എടുത്തിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. അതായത് എസ്പെഷ്യലി മദീനയിൽ ജീവിച്ചിരുന്ന ജൂതന്മാര്. ഓക്കെ, പക്ഷെ അവരെന്താ ചെയ്തത്? അവര് മുശ്രിക്കുകളുമായിട്ട് മുവാലാത്ത് സ്ഥാപിച്ചു, ഭയങ്കര അതിശക്തമായിട്ടുള്ള ബന്ധം. സുബ്ഹാനല്ലാഹ്. അവിടുത്തെ മുശ്രിക്കുകളുമായിട്ട്. അപ്പം യുദ്ധങ്ങൾ വന്നപ്പം ഈ മുശ്രിക്കുകൾ മറ്റു ഗ്രൂപ്പുകളായിട്ട് യുദ്ധം നടത്തിയപ്പം എന്ത് ചെയ്യേണ്ടി വന്നു? അവർക്ക് ഈ ജൂത വിഭാഗങ്ങൾക്ക്, ഈ ബനു ഇസ്രായേൽ വിഭാഗങ്ങൾക്ക് അവരുടെ തന്നെ ഗോത്രങ്ങളിലുള്ള ആളുകളുമായിട്ട് യുദ്ധം ചെയ്യേണ്ടി വന്നു. അവരുടെ സ്വന്തം ദീനിലെ സഹോദരങ്ങളെ കൊല്ലേണ്ടി വന്നു, അവരെ ആ നാട്ടിൽ നിന്ന് ഓടിക്കേണ്ടി വന്നു. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് അവരെന്ത് ചെയ്യും? ഇത് കഴിയുമ്പോൾ പോയി പൈസ കൊടുത്തിട്ട് അവരെ ഫ്രീ ആക്കും. സുബ്ഹാനല്ലാഹ്. ഇതിനെക്കുറിച്ച് നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ. അഖദ്നാ മീസാഖക്കും ലാ തസ്ഫികൂന ദിമാഅക്കും വലാ തുഖ്രിജൂന അൻഫുസകും മിൻ ദിയാരിക്കും തുമ്മ അഖറർതും വഅൻതും തഷ്ഹദൂൻ. നിങ്ങൾ അന്യോന്യം രക്തം ചിന്തുകയില്ലെന്നും സ്വന്തം ആളുകളെ കുടിയൊഴിപ്പിക്കുകയില്ലെന്നും നിങ്ങളോട് നാം ഉറപ്പ് വാങ്ങിയ സന്ദർഭവും ഓർക്കുക. എന്നിട്ട് നിങ്ങൾ അത് സമ്മതിച്ച് ശരിവെക്കുകയും ചെയ്തു, നിങ്ങൾ അതിന് സാക്ഷികളുമാകുന്നു. തുമ്മ അൻതും ഹഉലാഇ തഖ്തുലൂന അൻഫുസകും, എന്നിട്ട് നിങ്ങൾ ഇതാ സ്വജനങ്ങളെ കൊന്നുകൊണ്ടിരിക്കുന്നു. വതുഖ്രിജൂന ഫരീഖം മിൻകും, നിങ്ങളിൽ ഒരു വിഭാഗത്തെ തന്നെ അവരുടെ വീടുകളിൽ നിന്നും നിങ്ങൾ ഇറക്കി വിട്ടുകൊണ്ടിരിക്കുന്നു. മിൻ ദിയാരിഹിം തദാഹറൂന അലൈഹിം ബിൽ ഇസ്മി വൽ ഉദ്വാൻ, തികച്ചും കുറ്റകരമായും അതിക്രമപരമായും അവർക്കെതിരെ നിങ്ങൾ അന്യോന്യം സഹായിക്കുകയും ചെയ്യുന്നു. വഇൻ യഅതൂകും ഉസാറാ തുഫാദൂഹും വഹുവ മുഹറമൻ അലൈക്കും ഇഖ്റാജുഹും, അവർ നിങ്ങളുടെ അടുത്ത് യുദ്ധ തടവുകാരായി വന്നാൽ നിങ്ങൾ മോചന മൂല്യം നൽകി അവരെ മോചിപ്പിക്കുകയും ചെയ്യുന്നു. സുബ്ഹാനല്ലാഹ് അല്ലെ. യഥാർത്ഥത്തിൽ അവരെ പുറന്തള്ളുന്നത് തന്നെ നിങ്ങൾക്ക് നിഷിദ്ധമായിരുന്നു. അപ്പം അവരെ പുറന്തള്ളാൻ തന്നെ പാടില്ല എന്ന് പറഞ്ഞ സാഹചര്യത്തിലാണ് ഈ പറഞ്ഞ പോലെ മറ്റു ഗ്രൂപ്പുകളുമായിട്ട് സഹകരിച്ച് സ്വന്തം രക്തത്തിലുള്ള അല്ലെങ്കിൽ സ്വന്തം സഹോദരങ്ങളുമായിട്ട് അവര് യുദ്ധം ചെയ്തത്. സുബ്ഹാനല്ലാഹ്. അപ്പം പലപ്പോഴും ദീനിനെതിരെ പോവേണ്ടി വരും. മുശ്രിക്കുകളുമായിട്ട് അവര് ബന്ധം സ്ഥാപിച്ചപ്പം അവർക്ക് പറ്റിയതാണ് അല്ലെ. സുബ്ഹാനല്ലാഹ്. ഇത് എല്ലാ കാര്യത്തിലും ബാധകമാണ്. ഇപ്പം അവരുമായിട്ട് നമ്മൾ ഭയങ്കര ക്ലോസ് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാകുമ്പോൾ, ഒരു നമ്മളെ എപ്പോഴും നമ്മളെ ബെസ്റ്റ് ബഡീസ് ആയിട്ട് നമ്മളെ കൂടെ ഉണ്ടാകുമ്പോൾ അവര് പാട്ട് കേൾക്കുമ്പോൾ നമ്മളും പാട്ട് കേൾക്കേണ്ടി വരും. അവർ കുറെ ഹറാമുകൾ നടക്കുന്ന ഒരു പാർട്ടിയിൽ പോകുമ്പോൾ നമ്മളും അതിൽ പോകേണ്ടി വരും അല്ലെ. അപ്പം അത് നമ്മള് ഇപ്പം നിങ്ങൾക്ക് ഇത് കേൾക്കുമ്പോൾ ഇതൊന്നും നമ്മൾ കേൾക്കേണ്ട കാര്യമില്ലല്ലോ, നമ്മളെ സാഹചര്യത്തിൽ ഉള്ളതല്ലല്ലോ എന്ന് നമുക്ക് തോന്നിയേക്കാം. ഞാൻ ഇതിന് തുടക്കത്തിൽ തന്നെ ഒരു ആമുഖം പറഞ്ഞു വെച്ചിരുന്നു, നമ്മളുടെ പുതിയ ജനറേഷൻ ഈ കാര്യത്തിൽ അങ്ങേയറ്റം സ്ട്രഗിൾ ചെയ്യുന്നതാണ്. അപ്പൊ നമുക്ക് നല്ല ക്ലാരിറ്റി ഉണ്ടെങ്കിലേ അത് മെല്ലെ മെല്ലെ അവരിലേക്ക് ആ ഒരു ലെവലിൽ അതിനെ നമുക്ക് പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കി അവരെ അതിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. കാരണം അവർ ഈ കാര്യത്തിൽ ഈ അറ്റത്തേക്ക് പോയാലും പ്രശ്നമാണ്, ആ അറ്റത്തേക്ക് പോയാലും പ്രശ്നമാണ്. ഇനി ഇതിന്റെ പേരിൽ നമ്മൾ ഇപ്പോഴത്തെ സമൂഹത്തിൽ വേറെ ഒരു സംഭവം നടക്കുന്നത്, അവരുള്ള സൈഡിലേക്കേ പോവണ്ട അല്ലെ, അവരുമായിട്ട് യാതൊരു ബന്ധവും വേണ്ട, എല്ലാം നമുക്ക് മുസ്ലിങ്ങൾ മാത്രമായിട്ട് മതി ബന്ധം എന്നുള്ള ആ ഒരു സംഭവം. അതും ഇസ്ലാമികമല്ല എന്ന് മാത്രമല്ല, ഈ നമ്മൾ ഇതിനകത്ത് പറഞ്ഞ മുദാറാത്ത് എന്ന് പറയുന്ന ആ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടല്ലോ, അതായത് മുവാസാത്ത് കഴിഞ്ഞ മുദാറാത്ത് പറഞ്ഞല്ലേ, മുദാറാത്തില് നമ്മള് ദഅവ എന്നുള്ള ഒരു ഉദ്ദേശം കൂടെ ഉണ്ട്. അതായത് അവർ മുസ്ലിങ്ങൾക്ക് നമ്മൾ ദീനിലേക്ക് ഹൃദയം സോഫൻ ചെയ്യണം, അതായത് നമ്മളെ ഹൃദയം ഇസ്ലാമിലേക്ക് അവരെ ദീനിനെ
ഹൃദയത്തെ അട്രാക്റ്റഡ് ആക്കാൻ വേണ്ടി കൂടിയാണ് നമ്മൾ മുദാറാത്തിൽ അവരുടെ അടുത്ത് നല്ല നല്ല പെരുമാറ്റം എടുക്കുന്നത്. അപ്പൊ അത് നമ്മൾ ഒരു അമുസ്ലിങ്ങളുള്ള ഒരു നാട്ടിലേക്കും ഒരു സമൂഹത്തിലേക്കും ഒരു ഗ്രൂപ്പിലേക്കും പോകണ്ട, അമുസ്ലിങ്ങളെ ഫേസേ ചെയ്യണ്ട എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് നമ്മൾ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് അതും നമ്മൾ മനസ്സിലാക്കണം. കാരണം നമ്മളുടെ ദഅവ എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് വിശ്വാസം സ്വീകരിച്ചവരെ വീണ്ടും 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 നിസ്കരിപ്പിക്കലും നോമ്പടിപ്പിക്കലും അല്ല ദഅവ. ഖുർആൻ അറിയുന്നവരെ വീണ്ടും അത് പഠിപ്പിച്ച് അത് അവരെ മാത്രം നന്നാക്കലല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു തന്ന ദഅവ അല്ലെ. അപ്പൊ മുദാറാത്തിന് അങ്ങനെ ഒരു ഉദ്ദേശവും കൂടെ അതിന്റെ ഒരു കോണ്ടെക്സ്റ്റും കൂടെ അതിന്റെ പിന്നിലുണ്ട്. അത് അമുസ്ലിങ്ങൾക്ക് ഇസ്ലാമിനെ ഭംഗിയാക്കി ജീവിച്ച് കാണിച്ചു കൊടുക്കുക എന്നുള്ള ആ ഒരു ദൗത്യം കൂടെ അവിടെയുണ്ട്. അപ്പം ഇത് ആ എക്സ്ട്രീമിലേക്ക് പോകുന്നതിനും നമ്മൾ തടയണം. അതൊക്കെ എപ്പോഴാണ് തടയാൻ പറ്റുക? കറക്റ്റ് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കണം. എന്തുകൊണ്ട് എന്തൊക്കെ വിലക്കി, ആ വിലക്കുന്നതിന്റെ റീസൺ എന്താണ്, എന്താണ് വിലക്കാത്തത്, എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് നമുക്ക് അനുവദനീയമായിട്ടുള്ളതെന്ന്. ഓക്കെ. അപ്പം നമ്മൾ പറഞ്ഞു അല്ലാഹു സുബ്ഹാനഹു വ തആല മുവാലാത്ത് തടയാനുള്ള ഒരു റീസൺ നമ്മളിപ്പോൾ കണ്ടു അല്ലെ, നമ്മളെ ദീനിനെ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത് നമ്മൾ ഈ പറഞ്ഞ പോലെ ഭയങ്കര ക്ലോസ് ആയിട്ട് മുസ്ലിമായിട്ട് നമ്മൾ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെങ്കിൽ അവരുടെ ഇൻഫ്ലുവൻസ് നമ്മളിലേക്ക് വരും അല്ലെ. അവരുടെ ഹാബിറ്റുകൾ, അവരുടെ സംസാരം, അവരുടെ ലൈഫ് സ്റ്റൈല്. നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് അൽ മർഉ അലാ ദീനി ഖലീലിഹി അല്ലെ. ഒരു വ്യക്തി അവന്റെ സുഹൃത്തിന്റെ ദീനിലാണെന്ന് പറയുന്നത് അല്ലെ. അപ്പൊ നമ്മുടെ ഫ്രണ്ട് എന്താണോ ചെയ്യുന്നത് അത് നമ്മൾ ചെയ്യും അല്ലെ. ഫ്രണ്ട് ഒരു മോശം മോശം വർത്താനം പറയുന്ന ആളാണെങ്കിൽ നമ്മളും അത് ചെയ്യും. ഇപ്പൊ നമ്മളെ കുട്ടികളൊക്കെ സ്കൂളിൽ പോകുമ്പോൾ അല്ലെ, അവർക്ക് പലതും അനുവദനീയമാണ്, പല പല കാര്യങ്ങളും അവർക്ക് അനുവദനീയമാണ്. അപ്പം അവരുമായിട്ട് വളരെ ക്ലോസ് ഫ്രണ്ട്ഷിപ്പ് വെക്കുമ്പം അവർ ചെയ്യുന്നതൊക്കെയും നമ്മളെ മക്കളും ചെയ്യുന്ന ആ ഒരു സാഹചര്യം അല്ലെ. ഇപ്പം TV ഒക്കെ കണ്ട് TV-യിൽ ഇതുപോലെ സീരിയലുകളോ അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾ കാണുമ്പോൾ ആ രീതിയിൽ മക്കൾ സംസാരിക്കുന്നത് നമ്മൾ കാണാറുണ്ട് അല്ലെ. പലതും അവരെല്ലാ കാര്യങ്ങളും ഇതുപോലെയുള്ള പല ഇൻഫ്ലുവൻസിൽ നിന്നാണ് വരുന്നത്, ഫ്രണ്ട്സിൽ നിന്നാണ് ഇൻഫ്ലുവൻസ് ഉണ്ടാവുന്നത്. അപ്പം ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുമ്പോൾ പോലും ഈ പറഞ്ഞ ഒരു, അതായത് ആ ഒരു എന്താ പറയാ മുവാലാത്ത് വരുമ്പം അവരിൽ നിന്നുള്ള ഇൻഫ്ലുവൻസ് വരും എന്നുള്ള ഒരു റീസണും കൂടെയുണ്ട് മുവാലാത്തിനെ നിരോധിക്കാൻ വേണ്ടിയിട്ട്. സൂറ മാഇദയിൽ 51-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട് يا أيها الذين آمنوا لا تتخذوا اليهود والنصارى أولياء بعضهم أولياء بعض ومن يتولهم മിൻകും ഫഇന്നഹും മിൻഹും. സത്യവിശ്വാസികളെ യഹൂദരെയും ക്രൈസ്തവരെയും നിങ്ങൾ ഉറ്റമിത്രങ്ങളായി സ്വീകരിക്കരുത്. ഇവിടെ ഔലിയ ആണ് കേട്ടോ. അവരാകട്ടെ അന്യോന്യം ഉറ്റമിത്രങ്ങളാണ്. കാരണം നിങ്ങളിൽ നിന്ന് ആരെങ്കിലും അവരെ ഉറ്റമിത്രങ്ങളായി സ്വീകരിക്കുന്ന പക്ഷം അവനും അവരിൽ പെട്ടവർ തന്നെയാണ് ഈ പറഞ്ഞ സംഭവം. കാരണം അവരെ കൂടെ നിൽക്കുമ്പോൾ അല്ലെ, അവര് ചെയ്യുന്ന പല കാര്യങ്ങളും നമ്മൾ ചെയ്ത് അവസാനം നമ്മൾ അവരെ പോലെ ആവും. സുബ്ഹാനല്ലാഹ്. ഇതൊക്കെയാണ് ഇന്നത്തെ അല്ലെ, ഈ ഒരു ഇതിന്റെ ശരിയായ ക്ലാരിറ്റി ഇല്ലാത്തത് കൊണ്ടാണ് ഇന്ന് ഈ പറഞ്ഞ നമ്മളുടെ പല ആഘോഷങ്ങളും അല്ലെ, സ്കൂളുകളിലും കോളേജുകളിലും ഓഫീസുകളിലും ഒക്കെ പറയുന്ന അവര് ചെയ്യുന്നത് പോലെ ചെയ്യുന്ന ഒരു വിഭാഗം ആ എക്സ്ട്രീമും മറ്റേ വിഭാഗം ഈ എക്സ്ട്രീമും ആയിട്ടാണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത്. ശരിക്കും ഒന്ന് ആലോചിച്ചാൽ അല്ലെ, ഇസ്ലാമും ദീനും ഉള്ളവര് അവരായിട്ട് യാതൊരു രീതിയിലും അടുപ്പിക്കാത്ത ഓൺലി ഇസ്ലാമിക് സർക്കിൾ എന്നുള്ള ഒരു സെക്ഷനും, വേറൊരു സെക്ഷൻ അവരെ കൂടെ കൂടിയിട്ട് അവർ ചെയ്യുന്നത് പോലെ എല്ലാ കാര്യങ്ങളും ചെയ്യുക, അവരെ പോലെ പെരുമാറുക, അവരെ പോലെ സംസാരിക്കുക, അവരെ പോലെ ജീവിക്കുക, അവരിൽ നിന്ന് ഇൻഫ്ലുവൻസ് എടുക്കുക എന്നുള്ളതും. ഇതിന് രണ്ടിനും ഇടയിലാണ് നമ്മൾ സുബ്ഹാനല്ലാഹ് അല്ലെ. അപ്പൊ നമ്മൾ ഏതൊരു ബന്ധത്തിലാണെങ്കിലും നമ്മൾ സ്ഥിരമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്ന ആളുകൾ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യും. ആ ഇൻഫ്ലുവൻസ് നമ്മളിലേക്ക് വരുന്നതാണ് വേറൊരു റീസൺ മുസ്ലിങ്ങളുമായിട്ട് ഈ പറഞ്ഞ പോലെ കാഫറുകളുമായിട്ട് ക്ലോസ് ആയിട്ടുള്ള കണക്ഷൻ വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞതിന്റെ രണ്ടാമത്തെ റീസൺ. ഇനി മറ്റൊരു റീസൺ നോക്കുമ്പോൾ നമ്മൾ അവരുമായിട്ട് ഇതുപോലെ ഡെയിലി ഡേ ടു ഡേ ലൈഫിൽ ഇന്ററാക്ട് ചെയ്യുന്നു, അവർ ചെയ്യുന്ന കാര്യങ്ങളെയൊക്കെ നമ്മൾ അപ്രൂവ് ചെയ്യുന്നു. യെസ്, ഓക്കെയാണ്, നിങ്ങൾ ചെയ്യുന്ന ഓക്കെയാണ്. അവരെ പല രീതിയിലും നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത്, അവരുമായിട്ട് സഹകരിക്കുമ്പം നമുക്ക് ഒരു മുസ്ലിം ഉമ്മ എന്നുള്ള രീതിയിൽ നമ്മളുടെ ഉത്തരവാദിത്തങ്ങൾ നമുക്ക് മറന്നുപോകും അല്ലെ. ഒരു മുസ്ലിം അല്ലെ, ഒരു മുസ്ലിം ഉമ്മത്തിൽപ്പെട്ട ഒരു മുസ്ലിം എന്ന നിലയിൽ നമ്മളുടെ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ നമ്മളുടെ ദീനിനെ ഫോളോ ചെയ്യണം, പ്ലസ് നമ്മളുടെ അതായത് ദീനിനെ കറക്റ്റ് മനസ്സിലാക്കി ഫോളോ ചെയ്തിട്ട് അത് മറ്റുള്ളവർക്ക് പറഞ്ഞും കൊടുക്കണം. സുബ്ഹാനല്ലാഹ് അല്ലെ. അപ്പൊ നമ്മൾ ഇതുപോലെ ഒരു മുസ്ലിമായിട്ട് ഫുൾ കട്ട ചങ്കായിട്ട് അവര് ചെയ്യുന്നതൊക്കെ ഓക്കെ ഓക്കെ എന്ന് പറഞ്ഞ് അവരടുത്ത് സംസാരിച്ചിട്ട് അതെല്ലാം അപ്രൂവ് ചെയ്തിട്ട് അതിനെല്ലാം നമ്മൾ ഓക്കെ അടിച്ചിട്ട് അവരെ കൂടെ വേണമെങ്കിൽ അത് ചെയ്യുകയും ചെയ്യുമ്പോൾ
നമ്മളൊരു മുസ്ലിം എന്നുള്ള നിലയിൽ നമ്മളുടെ ദീനിനെ നമ്മൾ പഠിക്കുകയും നമ്മൾ ഫോളോ ചെയ്യുകയും നമ്മൾ അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യേണ്ട ആ ഒരു ഉത്തരവാദിത്വം നമുക്ക് ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ പറ്റൂല അല്ലെ? അപ്പം അവരെന്താണോ അവരതേപോലെ സ്വീകരിച്ച് അവരുടെ കൂടെ അവരുമായിട്ട് കോപ്പറേറ്റ് ചെയ്ത് നമ്മൾ ജീവിക്കുമ്പം അവരുടെ അടുത്ത് ഇതല്ല, ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, ദീൻ എന്ന് പറഞ്ഞ ഒരു സാധനം ഉണ്ട്, നമുക്ക് അവരോട് തിരുത്തി പറയാൻ പറ്റുമോ? അതും പറ്റൂല. സുബ്ഹാനല്ലാഹ്. അപ്പം ഇത് ഇതേപോലെ മുആലാത്ത്, അത് നമ്മളുടെ ദീനിന്റെ ഉത്തരവാദിത്തങ്ങള് മുസ്ലിം എന്ന നിലയിൽ നമ്മൾ ഉത്തരവാദിത്തങ്ങൾ മറന്നു പോവുക എന്നുള്ളതും മുആലാത്ത് വിരോധിക്കാനുള്ള മറ്റൊരു കാരണമാണ്. വേറൊരു കാരണം എന്ന് പറയുന്നത് നമ്മളുടെ ഈമാനിനെ സംരക്ഷിക്കുക. നമ്മൾ മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, നമ്മളെ ദീനിലെ എല്ലാ കൽപ്പനകളും എല്ലാ വിലക്കുകളും, അള്ളാഹു ചെയ്യാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും, ചെയ്യരുതെന്ന് പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഏതെങ്കിലും രീതിയിലുള്ള ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അല്ലെ. മഖാസിദു ശരീഅ അല്ലെ, ശരീഅത്തിന്റെ ഗോളുകൾ എന്തൊക്കെയാന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം എന്തൊക്കെയാണ് നമ്മുടെ ശരീഅത്തിന്റെ ഗോളുകൾ? പല രീതിയിലുള്ള പല കാര്യങ്ങളും സംരക്ഷിക്കുകയാണ് അല്ലെ. ഒന്ന് നമ്മളുടെ ദീനിന്റെ സംരക്ഷണം. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഒരാളുടെ ദീനിനെ നശിപ്പിക്കുന്നത് എന്തും എന്താണ്? അള്ളാഹു സുബ്ഹാനഹു വതആല വിലക്കിയിട്ടുണ്ട്. ദീനിനെ നശിപ്പിക്കുന്ന, ദീനിനെ ഇല്ലാണ്ടാക്കുന്ന എന്തും അള്ളാഹു സുബ്ഹാനഹു വതആല വിലക്കിയിട്ടുണ്ട്. അതുപോലെ അയാളുടെ ദീനിനെ പിടിച്ചു നിർത്തുന്ന എല്ലാ കാര്യങ്ങളും അള്ളാഹു കൽപ്പിച്ചിട്ടുമുണ്ട്. ഉദാഹരണത്തിന് 5 നേരത്തെ നമസ്കാരം. എന്തുകൊണ്ടാ ഒരാഴ്ചയിൽ ഒന്ന് പോരെ അല്ലെ, അല്ലെങ്കിൽ ദിവസത്തിൽ ഒന്ന് പോരെ എന്ന് വിചാരിക്കാത്തത് അല്ലെ, എന്നാക്കി തീർക്കാത്തത് എന്തുകൊണ്ടായിരുന്നു? അപ്പം ഇത് ചെയ്യുമ്പോൾ ഒരാൾ അയാളുടെ ദീനില് കുറച്ചങ്ങോട്ട് നിൽക്കും, ഫോക്കസ് തെറ്റിപ്പോല, മറന്നുപോയാലും വീണ്ടും 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 അള്ളാഹുവിലേക്ക് വരുമ്പോൾ അയാളുടെ ദീൻ അവിടെ പ്രൊട്ടക്ട് ചെയ്യപ്പെടുകയാണ്. അള്ളാഹുവിന്റെ ഓരോ കൽപ്പനകളും ഏതെങ്കിലും രീതിയിലുള്ള മഖസദുകളിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് അല്ലെ. അപ്പം അതേപോലെ ഈ പറഞ്ഞ വിലായത്ത് അള്ളാഹു വിലക്കുന്ന മുശ്രിക്കുകളുമായിട്ട് അല്ലെങ്കിൽ കാഫറുകളുമായിട്ടുള്ള വിലായത്ത് അള്ളാഹു സുബ്ഹാനഹു വതആല വിലക്കാനുള്ള ഒരു കാരണം എന്താണ്? നമ്മളുടെ ഈമാനിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്. സുബ്ഹാനല്ലാഹ്. ഇതുപോലെ ശരീഅത്തിന്റെ മറ്റു മഖസദുകൾ ഏതൊക്കെയാണ്? ഒന്ന്, ജീവനെ സംരക്ഷിക്കുക അല്ലെ. ജീവൻ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് കൊലപാതകം അള്ളാഹു ഹറാമാക്കിയത്. അക്കൽ, ബുദ്ധിയെ സംരക്ഷിക്കുക, അതിന്റെ ഭാഗമായിട്ടാണ് ആൽക്കഹോൾ, മദ്യം അള്ളാഹു ഹറാമാക്കിയത്. ലീനിയേജ്, പൈതൃകം സംരക്ഷിക്കുക, അതിന്റെ ഭാഗമായിട്ടാണ് സിന അല്ലെ, അതായത് വ്യഭിചാരം അള്ളാഹു ഹറാമാക്കിയത്. അങ്ങനെ അള്ളാഹുവിന്റെ ഓരോ കൽപ്പനകൾക്കും ഓരോ നിരോധനങ്ങൾക്കും പിന്നില് ഓരോ മഖസദുകൾ, ശരീഅത്തിന്റെ ഓരോ ലക്ഷ്യങ്ങളുണ്ട്. അപ്പം അതുപോലെ വിലായത്ത്, അവിശ്വാസികളുമായിട്ടുള്ള വിലായത്ത് വിലക്കിയതിന്റെ പിന്നില് നമ്മളുടെ ഈമാൻ സംരക്ഷിക്കുന്നതിന്റെ നമ്മളെ ഈമാൻ സംരക്ഷിക്കുക എന്നുള്ള ഒരു മഖസദാണത്. ഇനി വേറെ ഒരുപാട് റീസൺസ് നമുക്ക് ആലോചിച്ചാൽ തന്നെ കിട്ടൂലേ. പല രീതിയിൽ നമ്മുടെ പേഴ്സണൽ ലൈഫിനെയും നമ്മളുടെ ക്ലോസസ്റ്റ് ഫ്രണ്ട് ഒരു അമുസ്ലിം ആണെങ്കിൽ അവരുടെ രീതിയിൽ നമ്മൾ ചിന്തിക്കാൻ തുടങ്ങും, അവരുടെ രീതിയിൽ നമ്മൾ ജീവിതത്തിനെ കാണാൻ തുടങ്ങും അല്ലെ. അവർ ഭയങ്കര മെറ്റീരിയലിസ്റ്റിക് ആണെങ്കിൽ ഒരുപാട് അഹികമായിട്ടുള്ള സാധനങ്ങൾ വാങ്ങിക്കൂട്ടുന്ന അങ്ങനത്തെ സ്റ്റൈലാണെങ്കിൽ അവർ ഓരോ പുതിയ സാധനങ്ങൾ കാണിച്ചു തരുമ്പോൾ നമുക്കത് വാങ്ങാൻ തോന്നും. അവര് ദുനിയാവിൽ ആ ലാഭം ഈ ലാഭം മറ്റേ ലാഭം എന്ന് പറഞ്ഞിട്ട് ആ ബിസിനസിന്റെ ഈ ബിസിനസിന്റെ ആ ഫണ്ടിങ്ങിന്റെ ഒക്കെ പിന്നാലെ പോകുമ്പോൾ അത് ഹറാമാണെങ്കിൽ നമ്മൾ അറിയാതെ അതിനകത്ത് തന്നെ ചെന്നപ്പെടും. അവര് റിബാന്റെ ആൾക്കാരാണെങ്കിൽ അല്ലെ, വലിയ വലിയ സ്വപ്നങ്ങളും വലിയ വീടും വലിയ കാറെന്ന് വെച്ചാൽ അവര് പലിശ എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ അതിൽ പെടും. പിന്നെ നമ്മൾ ഒരു ഡബിൾ ലൈഫ്, നിഫാഖോട് കൂടിയുള്ള ഒരു ജീവിതം ജീവിക്കാൻ നമ്മൾ നിർബന്ധിതരാകും. ശരിയല്ലേ? കാരണം അവരെ കൂടെ നിൽക്കുമ്പോൾ അവര് ചെയ്യുന്നതിനൊക്കെ നമ്മൾ അംഗീകരിക്കും. പക്ഷെ നമ്മളെ വീട്ടിലെത്തുമ്പോൾ, നമ്മളുടെ ആൾക്കാരുടെ ഇടയിൽ എത്തുമ്പോൾ അതൊക്കെ തെറ്റാണെന്നുള്ള രീതിയിൽ നമ്മൾ നമ്മളേതായ ഇസ്ലാമികമായിട്ടുള്ള ജീവിതം നയിക്കും. അപ്പൊ നമുക്ക് നിഫാഖ് വളരെ ഈസി ആയിട്ട് കടന്നു വരും അല്ലെ. ഇത്തരത്തിലുള്ള ആളുകളുമായിട്ട് നമ്മൾ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ്, ഭയങ്കരമായിട്ട് നമ്മൾ അവര് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ ഓക്കെ, അപ്പൊ നമുക്ക് നമ്മളുടെ ഈമാനിൽ തന്നെയുള്ള നമ്മളെ കോൺഫിഡൻസ് നഷ്ടപ്പെടും അല്ലെ. കാരണം അതും ചെയ്യുന്നു ഇതും ചെയ്യുന്നു, അപ്പൊ പിന്നെ ഇതിനെന്ത് എത്ര വലിയ കാര്യം എന്നുള്ളത് നമുക്ക് തോന്നി തുടങ്ങും. അവരെ സ്റ്റാൻഡേർഡ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പല കാര്യങ്ങളും ചെയ്യാൻ തുടങ്ങും. നമ്മുടെ വലിയ എന്താണോ ചെയ്യുന്നത് അതുപോലെ അവരെ പ്ലീസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പലതും ചെയ്യാൻ തുടങ്ങും. അപ്പൊ നമ്മൾ അറിയാതെ ഇപ്പുറത്ത് നമ്മുടെ ദീന് കോംപ്രമൈസ്ഡ് ആവും. എന്നിട്ട് നമ്മൾ വീട്ടിൽ വന്നിട്ട് നമ്മൾ ആൾക്കാരുടെ കൂടെ കൂടുമ്പോൾ നമ്മൾ അങ്ങനെ ജീവിക്കാൻ തുടങ്ങും. അങ്ങനെയാണ് നമ്മളിലേക്ക് നമ്മൾ പോലും അറിയാതെ പലപ്പോഴും നിഫാക്കുകളും കടന്നുകൂടിയത്. ഇപ്പം ഈ ഒരു സംഭവം പറയുമ്പോൾ ഒരുപക്ഷെ നമ്മളെല്ലാവരും മുസ്ലിങ്ങളുടെ കൂടെ അല്ലെങ്കിൽ ഒരു കാഫിറിനെ
വലിയാക്കിയതിന്റെ പേരിലായിരിക്കില്ല നമ്മളൊക്കെ ഈ പറഞ്ഞ നിഫാക്ക് വന്നത്. കാരണം നമ്മളൊക്കെ കൂടെ ജീവിക്കുന്ന പലരും വിശ്വാസികളാണെന്നുള്ള മുസ്ലിം ആണെന്നുള്ള പേരിൽ അല്ലെ നമ്മളെ കുടുംബങ്ങളിലും നമ്മളുടെ എക്സ്റ്റെൻഡഡ് ഫാമിലീസിലും നമ്മുടെ ഫ്രണ്ട്സിലും ഒക്കെയുള്ള മുസ്ലിം ആണ് എന്നുള്ള പേരിൽ ഇസ്ലാമിനെ ശരിയായി ഉൾക്കൊള്ളാതെ ആൾക്കാരുടെ കൂടെ ജീവിക്കുമ്പോൾ നമ്മൾ ഇതേ അവസ്ഥയിൽ തന്നെ ചെന്ന് പെടാൻ സാധ്യതയുണ്ട്. കാരണം അവരെ കൂടെ നിൽക്കുമ്പോൾ അല്ലെ തെറ്റായ പല കാര്യങ്ങളും അവർ ശരിയായി ചെയ്യുമ്പോൾ കുഴപ്പമില്ല എന്ന് വെച്ചിട്ട് നമ്മൾ ചെയ്യും. പക്ഷെ ഇപ്പുറത്തെ ഒരു ശരിയായ ഇസ്ലാമിക് സർക്കിളിലേക്ക് വരുമ്പോൾ അത് തെറ്റാന്ന് നമുക്ക് മനസ്സിലാകും. അങ്ങനെ നമ്മൾ ഡബിൾ സ്റ്റാൻഡേർഡ് ആവും. നമ്മൾ പോലും അറിയാതെ നിഫാക്ക് നമ്മുടെ ഉള്ളിൽ അരിച്ചു കയറും. സുബ്ഹാനല്ലാഹ് അല്ലെ, ശരിക്കും വളരെ സട്ടിലായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന കാര്യങ്ങളാണ്. അപ്പം മുവാലാത്ത് നിരോധിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അതല്ലാതെ 3 ലെവലിലുള്ള ഇന്ററാക്ഷൻ മുവാസാത്ത്, മുദാറാത്ത്, മുആമലാത്ത് നമ്മൾക്ക് ചെയ്യേണ്ടതാണ്, ചെയ്യാൻ പറ്റുന്നതാണ്, ചെയ്യാൻ അനുവദനീയമായിട്ടുള്ള കാര്യങ്ങളാണ്. സുബ്ഹാനല്ലാഹ്. ഇത് കൂടാതെ യൗമുൽ ഖിയാമയിൽ നമ്മൾ ആരുടെ കൂടെയാണ് ഉണ്ടാവുക? നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെ കൂടെയാണ് ഉണ്ടാവുക അല്ലെ. അപ്പം നമ്മളെ ഇഷ്ടം അള്ളാഹുവിനോട് അനുസരണക്കേട് കാണിക്കുന്നവരോടാണെങ്കിലോ, അള്ളാഹുവിന്റെ ദീനിനോട് അനുസരണക്കേട് കാണിക്കുന്നവരോടാണെങ്കിലോ ഈ ഭൂമിയിൽ അവിടെയും നമ്മൾ അവരുടെ കൂടെയാണ് ഉണ്ടാവുക. സുബ്ഹാനല്ലാഹ്. പിന്നെ വേറൊരു റീസൺ എന്ന് പറയുന്നത് ഒരാള് ഒരു വ്യക്തി അയാളുടെ സ്വന്തം ശത്രുവിനെ ഫ്രണ്ട് ആക്കുകയാണ് അല്ലെ. ശത്രുവിനെ ഫ്രണ്ട് ആക്കുമ്പോൾ ശരിക്കും നമ്മൾ എന്താ വരുത്തി വെക്കുന്നത്? നമ്മളെ മേലെ തന്നെ ഉപദ്രവം. സുബ്ഹാനല്ലാഹ്. ഇപ്പം മുസ്ലിങ്ങള് മക്ക വിട്ടിട്ട് അവർ മദീനയിലേക്ക് വന്നു. കാരണം അവർക്ക് മക്കയിലെ ജീവിതം ഭയങ്കര പ്രയാസമായിരുന്നു. മദീനയില് അവർക്ക് അത്യാവശ്യം എല്ലാ ഫെസിലിറ്റീസും അവർക്ക് കിട്ടി. പക്ഷെ അവർ മദീനയിൽ വന്നതിന് ശേഷം മക്കാരുമായിട്ട് സൗഹൃദം സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ അവരെ മേലെ അപകടം വിളിച്ചു വരുത്തുക തന്നെയാണ് അല്ലെ. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്ക വിജയത്തിന് വേണ്ടിയിട്ട് പോകുന്ന സമയത്ത് ഒരു സഹാബി ഹാത്തിബ് റളിയല്ലാഹു അൻഹു, അയാളുടെ ഒരു റിലേറ്റീവ് മക്കയിലുണ്ടായിരുന്നു. അപ്പം ഈ മക്ക വിജയത്തിന് വേണ്ടി പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെയുള്ളവർക്ക് പ്രയാസങ്ങൾ അനുഭവപ്പെടുമല്ലോ. അപ്പം ഇദ്ദേഹം ഇത് അവരെ എഴുതി അറിയിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു, അവരെ സേഫ്റ്റി ആലോചിച്ചിട്ട് മക്കയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ പ്ലാനിനെ കുറിച്ച് അറിയിച്ചുകൊണ്ട് ഒരു എഴുത്തെഴുതി. സുബ്ഹാനല്ലാഹ്. അപ്പം അവരവിടെ സേഫ് ആയിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിഞ്ഞു. ഓക്കെ. എന്നിട്ട് ഈ ഒരു കത്ത് ആരാണോ കൊണ്ടുപോയത് ആ കത്ത് പിടിക്കാനും കത്ത് കൊണ്ടുപോയ ആളെ പിടിക്കാനും വേണ്ടി ഏൽപ്പിച്ചു. കാരണം ആ ഒരു ശത്രു, മക്കയിലുള്ളവർ ശത്രുക്കളാണ് അല്ലെ. ശത്രുക്കളുമായിട്ട് സൗഹൃദം സ്ഥാപിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ പ്ലാനൊക്കെ പൊളിയും, നമ്മളെ മേലെ തന്നെ അപകടം ഉണ്ടാവും. സുബ്ഹാനല്ലാഹ്. അപ്പം ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ ശരിക്കും മുസ്ലിങ്ങൾ എന്ന് പറയുന്നത് ഇൻഡയറക്ട്ലി നമ്മളുടെ ശത്രുക്കളാണ്. അപ്പൊ അവരുമായിട്ട് നമ്മൾ വളരെ ക്ലോസ് ഫ്രണ്ട്ഷിപ്പ് വെക്കുമ്പോൾ അത് നമ്മളുടെ മേലെ തന്നെ അപകടം വിളിച്ചു വരുത്തുന്ന കാര്യമാണ്. ഖുർആനിൽ പലയിടങ്ങളിലായിട്ട് ഇതിനെതിരെ ശക്തമായിട്ടുള്ള വിരോധങ്ങൾ വന്നിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. ഇനി നമ്മൾ ഒരു ദീനിന് എതിരായിട്ടുള്ള ഒരാളുമായിട്ട് അല്ലെങ്കിൽ നമ്മളെ ശത്രുവായിട്ടുള്ള ഒരാളുമായിട്ട് നമ്മൾ ഫ്രണ്ട്ഷിപ്പ് സ്ഥാപിക്കുമ്പോൾ നമ്മൾ ശരിക്കും ആരുമായിട്ട് എന്തിനു വേണ്ടിയിട്ടാണ് ആ സൗഹൃദം സ്ഥാപിക്കുന്നത്? അള്ളാഹുവിന്റെ ദീനിനെ എതിർക്കാൻ വേണ്ടിയിട്ട് അല്ലെ. നമ്മൾ അള്ളാഹുവിന്റെ ദീനിനെ എതിർക്കാൻ വേണ്ടി അവർക്ക് ലൈസൻസ് കൊടുക്കുകയാണ്. അത് ദീനിനെതിരെ പ്രവർത്തിക്കുന്നതിന് തുല്യമാണ്. ശരിക്കും അത് വളരെ ശിക്ഷാർഹമായിട്ടുള്ള ഒരു കാര്യം കൂടെയാണ്. പിന്നെ ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ മുആലാത്ത് പറയുമ്പോൾ അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു അമുസ്ലിം തന്നെ ആയിക്കോണമെന്നില്ല. നമ്മളൊക്കെ സർക്കിളിലുള്ള നെയിം സേക്ക് മുസ്ലിംസ് ഉണ്ട് അല്ലെ. നെയിം സേക്ക് ആയിട്ടുള്ള കുറെ മുസ്ലിംസ് നമ്മളൊക്കെ കുടുംബങ്ങളിലും നമ്മുടെ സർക്കിൾസിലും ഒക്കെ ഉണ്ട്. അവരുമായിട്ട് നമ്മൾ വളരെ ക്ലോസ് ഫ്രണ്ട്ഷിപ്പ് വെക്കുമ്പോൾ ഇതേ പ്രശ്നങ്ങളൊക്കെ തന്നെ നമുക്ക് വീണ്ടും അനുഭവിക്കാൻ, അത് നമ്മൾ ഈ പറഞ്ഞ ഓരോ കാര്യങ്ങളും അല്ലെ, എന്താ പറയാ, തെറ്റായ പല കാര്യങ്ങളും ശരിയാണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ അവരെ കൂടെ നിൽക്കുമ്പം അവരെ പോലെയും ഇവരെ കൂടെ നിൽക്കുമ്പം ഇവരെ പോലെയും ആവുമ്പം നമ്മൾ പോലും അറിയാതെ നമ്മളിലേക്ക് നിഫാഖ് ഇരച്ചു കയറും. അപ്പൊ നമ്മൾ മുസ്ലിം സർക്കിളിലാണെങ്കിൽ പോലും നമ്മളുടെ വലിയ ആരായിരിക്കണം? ഒരു യഥാർത്ഥ മുസ്ലിം, നമ്മളെ കൊണ്ട് കഴിയുന്നതിന്റെ ഏറ്റവും ബെസ്റ്റ് ഇസ്ലാമിയത്ത് ഫോളോ ചെയ്യുന്ന ആൾക്കാരായിരിക്കണം. അല്ലെങ്കിൽ അവരുടെ ആ ഒരു ചാമിലും അവരുടെ ആ ഒരു സർക്കിളിലും പെട്ടിട്ട് നമ്മൾ പോലും അറിയാതെ പല തെറ്റുകളിലേക്കും നമ്മൾ ചെന്നപ്പെടാനുള്ള സാധ്യത ഉണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പം ഈ ഒരു ആയത്തിനെ ചുരുക്കി പറയുകയാണെങ്കിൽ അവിശ്വാസികളുമായിട്ട് അല്ല, നമ്മൾ
മനുഷ്യന്മാരുമായിട്ട് ഇടപഴകുന്നതിന്, ഈവൻ അവിശ്വാസികളായിട്ട് ഇടപഴകുന്നതിന് പല ലെവലുകളുണ്ട്. അതിൽ ഹറാമാക്കിയ കാര്യം എന്ന് പറയുന്നത് അവരുമായിട്ട് വളരെ ക്ലോസ് ഫ്രണ്ട്ഷിപ്പ്, നമ്മൾ ദീനിനെ ബാധിക്കുന്ന രീതിയിലുള്ള ഫ്രണ്ട്ഷിപ്പ് വെക്കലാണ്. അത് നമ്മൾ ദീനിനെ നമ്മൾ കോംപ്രമൈസ് ചെയ്യാനുള്ള കാരണം ആവും. ഓക്കെ, എന്നാൽ ഈ ഒരു കാര്യം അവിശ്വാസികളുടെ കാര്യത്തിൽ മാത്രമല്ല, ഈവൻ ഞാനിപ്പോ പറഞ്ഞ പോലെ ഒരു മുസ്ലിം ഉണ്ടെങ്കിൽ പോലും അവര് ദീനിനെ കോംപ്രമൈസ് ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവരുമായിട്ട് വളരെ ക്ലോസ് ഫ്രണ്ട്ഷിപ്പ് നമ്മൾ വെക്കുന്നതിൽ നിന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഒരു വിശ്വാസി ഹിക്മത്ത് ഉള്ളവനാണ്, അല്ലെ, ബുദ്ധിയുള്ളവനാണ്. അപ്പം എന്റെ ദീനിന് അപകടമാകും എന്ന് തോന്നുന്ന സ്വന്തം കുടുംബങ്ങളിലെ സൗഹൃദങ്ങൾ പോലും അതിനെ വിലായത്തിന്റെ ലെവലിലേക്ക് കൊണ്ടുപോവാതെ മുവാസാത്തും മുആമലാത്തും മുദാറാത്തും ഒക്കെ ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. സുബ്ഹാനല്ലാഹ്. അല്ലെങ്കിൽ ഇപ്പൊ ഈ പറഞ്ഞ പോലെ നമ്മളില്ലേ, നമുക്ക് അതൊക്കെ നമുക്കൊരു പക്ഷെ ഇപ്പം ഒരുപാട് അനുഭവമുള്ള കാര്യങ്ങളായിരിക്കും. നമ്മൾ മുമ്പൊക്കെ നമ്മളെ കുടുംബങ്ങളിലോ സുഹൃത്ത് ബന്ധങ്ങളിലൊക്കെ കൂടുമ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്ന പല കാര്യങ്ങളും ഇപ്പൊ നമുക്ക് അങ്ങനെയുള്ള സംസാരങ്ങൾ വരുമ്പോൾ നമുക്ക് ഭയങ്കര പ്രയാസമാണ്, അല്ലെ? കാരണം അള്ളാഹു സുബ്ഹാനഹു വതആലയെ ഒരുപാട് ഓർക്കാതെ, ഒരുപാട് സുബ്ഹാനല്ലാഹി അൽഹംദുലില്ലാഹി അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊനും പോലെ അള്ളാഹുവിനെ ഓർക്കുന്ന പല പല കാര്യങ്ങൾ ഇല്ലാത്ത ബന്ധങ്ങൾ തന്നെയും അവരോട് സംസാരിക്കുമ്പോൾ ഫുൾ പരാതികളും പരിഭവങ്ങളും കുറ്റങ്ങളും ആരോപണങ്ങളും പരദൂഷണങ്ങളും ആകുമ്പോൾ നമുക്കൊരു, അല്ലെ, നമ്മൾ പോലും അറിയാതെ നമ്മളുടെ ദീനിനെ നമ്മൾ അവിടെ കോംപ്രമൈസ് ചെയ്യുന്നതായിട്ട് കാണാം. അപ്പം അവിടെയും നമ്മൾ ഈ വിലായ എന്ന് പറയുന്ന ആ ഒരു ബന്ധം വെക്കുമ്പോൾ നമ്മൾ സൂക്ഷിക്കണം. നമ്മൾ കീപ്പ് ചെയ്യുന്ന കമ്പനി നമ്മളെ എഫക്ട് ചെയ്യും. അപ്പം ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ആളുകളുമായിട്ട് നമുക്ക് കമ്പനി കീപ്പ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അതാണ് ഹയർ. ഓക്കെ, പിന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല വയുഹദ്ദിറുകുമുല്ലാഹ്, അള്ളാഹു അവന് തന്നെ എതിരെ നിങ്ങളെ വാൺ ചെയ്യാണെന്നാണ് പറയുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ നിങ്ങൾ ചിലപ്പം ഇങ്ങനെയുള്ള ആളുകളുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് വെക്കുമ്പോൾ നിങ്ങൾക്ക് ചില ബെനിഫിറ്റുകളൊക്കെ ഇവിടെ കിട്ടിയേക്കാം. പക്ഷേ എനിക്കെതിരെ നിങ്ങളെ ഞാൻ എന്താണ്, എന്റെ ശിക്ഷയ്ക്കെതിരെ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. കാരണം നിങ്ങൾ എങ്ങോട്ടാ പോണത്? ആഖിറത്തിലേക്ക്. നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യത്തിനും അവിടെ നിങ്ങൾ ഉത്തരം കൊടുക്കേണ്ടവരാണ്. അപ്പൊ നിങ്ങൾക്ക് ഈ ആൾക്കാരെ മേൽ കുറ്റം ആരോപിച്ചിട്ട് രക്ഷപ്പെടാൻ പറ്റൂല. സുബ്ഹാനല്ലാഹ്, അല്ലെ? അപ്പം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചോ. ഞാൻ നിങ്ങളെ ഒന്ന് പിടിച്ച് കുലുക്കി, അല്ലെ, ഭീഷണിപ്പെടുത്തിയിട്ടാണ് വിടുന്നത്. അപ്പൊ നമ്മൾ ഓരോരുത്തരും ഈ കാര്യം പല പല ലെവലുകളായിട്ട് നമ്മൾ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും പ്രവർത്തനത്തിൽ കൊണ്ടുവരികയും ചെയ്യേണ്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്കും നമ്മളുടെ മക്കൾക്ക്, പ്രത്യേകിച്ച് നമ്മുടെ മക്കളാണ് ഈ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്യുന്നവർ. അപ്പം അവര് അത്തരത്തില് ആ ഒരു ലെവലില് അവർ ഇതുപോലെയുള്ള ഒരു സമൂഹത്തില് അത് മുവാലാത്ത് ഒഴിവാക്കിയിട്ട് മുദാറാത്തും മുആമലാത്തും മുവാസാത്തും ആക്കി അവർക്ക് ലിമിറ്റ് ചെയ്യണമെങ്കിൽ അവർക്ക് ശരിയായ ദീൻ എന്താന്നുള്ള ക്ലാരിറ്റി വേണം. അവര് അങ്ങനെ ഒരു സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ എങ്ങനെ നിൽക്കണം, എങ്ങനെ കാണിച്ചു കൊടുക്കണം, ഏത് ലെവലിൽ ഇൻഫ്ലുവൻസ്ഡ് ആവാതെ അവര് ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ട് നിൽക്കണം എന്നൊക്കെ ഉള്ളത് നമ്മളെ മക്കൾക്ക് നമ്മളെ ജീവിതം കൊണ്ട് അവർക്ക് മനസ്സിലായാലേ ഇത് പറ്റുള്ളൂ. അല്ലാത്ത സിറ്റുവേഷനിൽ റിസ്ക് എടുക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. അള്ളാഹു എളുപ്പാക്കി തരട്ടെ. ആമീൻ. പിന്നെ കഴിഞ്ഞ ആയത്തിൽ നമ്മൾ ഇസ്സത്തിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ലെ? ഇതിന്റെ തൊട്ട് മുമ്പുള്ള ആയത്തിൽ ഇസ്സ, ആരാണ് ഇസ്സ തരുന്നത്? അള്ളാഹു സുബ്ഹാനഹു വതആല, മാലിക്കുൽ മുൽക്കായ അള്ളാഹു സുബ്ഹാനഹു വതആല, അല്ലെ? അപ്പൊ നമുക്ക് ഇസ്സത്ത് വേണമെങ്കിൽ നമ്മൾ നമ്മുടെ ശത്രുക്കളിലേക്കല്ല പോകേണ്ടത്, അള്ളാഹുവിലേക്കാണ്, അല്ലെ? അപ്പം ഒരു വിശ്വാസിക്ക് അള്ളാഹാണ് ഫസ്റ്റ്, അവന്റെ കൽപ്പനകളാണ് ഫസ്റ്റ്. എന്ത് രീതിയിലുള്ള ഗുണം വേറൊരാളിൽ നിന്ന്, അതൊരു അമുസ്ലിമിൽ നിന്നായിക്കോട്ടെ, നാമമാത്ര മുസ്ലിമിൽ നിന്നായിക്കോട്ടെ, എന്ത് രീതിയിലുള്ള ബെനിഫിറ്റ് ഉണ്ടാവുന്നുണ്ടെങ്കിലും ഒരു വിശ്വാസിക്ക് ഇസ്സത്ത് വേണമെന്നുണ്ടെങ്കിൽ അത് അള്ളാഹുവിൽ നിന്നേ കിട്ടുള്ളൂ, അള്ളാഹുവിന്റെ കൽപ്പനകളിൽ നിന്നേ കിട്ടുള്ളൂ. അതിനെ കോംപ്രമൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും കിട്ടൂല. അപ്പം ആ കാര്യം പ്രത്യേകം മനസ്സിൽ വെക്കുക. ഇസ്സത്തുള്ള ഒരു ജീവിതം, അള്ളാഹുവിന്റെ ഇസ്സത്ത് ലഭിക്കുന്ന ഒരു ജീവിതം, അള്ളാഹു മുൽക്ക്, അല്ലെ, അവൻ ഉദ്ദേശിച്ചവർക്ക് മുൽക്ക് നൽകുന്ന കാര്യമൊക്കെ നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ രീതിയിൽ അള്ളാഹു മുൽക്ക്, അവൻ ഉദ്ദേശിച്ചവർക്ക് മുൽക്ക് കൊടുക്കുന്ന, അവൻ ഉദ്ദേശിച്ചവർക്ക് ഇസ്സത്ത് കൊടുക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹ് നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അതിന് അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ആൾക്കാരാണ്. അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് എല്ലാത്തിനേക്കാളും മേലെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ആൾക്കാരായിരിക്കണം. അള്ളാഹുവിന്റെ വിലക്കുകൾക്ക് എല്ലാത്തിനും മേലെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആൾക്കാരായിരിക്കണം. ആ രീതിയിൽ ജീവിക്കുന്നവർക്ക് നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ പ്രാധാന്യവും കൂടുതൽ അവരുമായിട്ട് കൂടുതൽ ഇന്ററാക്ഷനും ഉള്ള ആളുകൾ ആയിരിക്കണം. ഇഖ്ലാസ് ഉള്ള ആളുകളുമായിട്ട് കൂടുതൽ അടുക്കാം. കാരണം നമ്മൾക്കൊക്കെ അൽഹംദുലില്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വതആല തന്ന ഒരു വലിയൊരു സൗഭാഗ്യമാണ്. നമ്മളൊക്കെ ഡേ ടു ഡേ ഇന്ററാക്ട് ചെയ്യുന്ന ആൾക്കാരിൽ 95% പേരും
മാഷാ അല്ലാഹ് ദീനിനെ ശരിയായ രീതിയിൽ ഫോളോ ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ് അല്ലെ. മുസ്ലിങ്ങളും നാമമാത്ര മുസ്ലിങ്ങളും ഒരുപക്ഷെ കുറെ കുറവായിരിക്കും. പക്ഷെ അതിനകത്ത് പോലും നമ്മൾ ഒരു പടിയും കൂടെ ശ്രദ്ധിക്കണമെങ്കിൽ നമ്മൾ ഇഖ്ലാസ് ഉള്ള ആളുകളുമായിട്ട് കൂടുതൽ നമ്മൾ ഡീൽ ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ അത് മുസ്ലിങ്ങളാണെങ്കിലും അള്ളാഹുവിനെ അനുസരിക്കുന്നവരാണെങ്കിലും അവരുടെ കുറേ നെഗറ്റിവിറ്റികൾ നമ്മളെ ഇൻഫ്ലുവൻസ്ഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് അത് ഒരു പരിധിവരെ നമ്മളെ സഹായിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും ആ രീതിയിൽ ഹിക്മത്തോടു കൂടി പെരുമാറാനും ജീവിക്കാനും ഉള്ള തൗഫീഖ് നമുക്കും നമ്മളുടെ കുടുംബങ്ങൾക്കും നമ്മുടെ മക്കൾക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല തരട്ടെ. നമ്മളെ ഓരോ നിയ്യത്തുകളും പ്രതിഫലാർഹമായി മാറട്ടെ. നിയ്യത്തുകൾക്ക് അനുസരിച്ച് അള്ളാഹുവിന് ഏറ്റവും തൃപ്തിയുള്ള അമലുകൾ ചെയ്യാനുള്ള തൗഫീഖും റബ്ബ് നമുക്ക് തരട്ടെ. ആമീൻ. اللهم إني عبدك ابن عبدك ابن أمتك ناصيتي بيدك ماض في حكمك عدل في قضاؤك أسألك بكل اسم هو لك سميت به نفسك أو أنزلته في كتابك أو علمته أحدا من خلقك أو استأثرت به في علم الغيب عندك أن تجعل القرآن ربيع قلبي ونور صدري وجلاء حزني وذهاب همي. اللهم إني أعوذ بك من علم لا ينفع ومن قلب لا يخشع ومن نفس لا تشبع ومن دعوة لا يستجاب لها. اللهم أرنا الحق حقا وارزقنا اتباعه وأرنا الباطل باطلا وارزقنا اجتنابه. ربنا اغفر لنا ولوالدينا وللمؤمنين يوم يقوم الحساب. اللهم اغفر للمسلمين والمسلمات والمؤمنين والمؤمنات الأحياء منهم والأموات. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. أقول قولي هذا واستغفر الله لي ولكم ولسائر المسلمين فاستغفره إنه هو الغفور الرحيم. وآخر دعوانا عن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.